I greet all of you who are watching us worldwide. ലോകമെമ്പാടും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യും. All over Kerala, all over India, and also many nations in the world are watching us today. കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ മാത്രമല്ല ലോകമെമ്പാടും നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ സഭായോഗത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വന്ദനം. Just let us enter into that holy of holies. നമുക്കിപ്പോൾ വിശ്വാസത്താൽ ആ ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഒന്ന് കടക്കാം. It is we who create the atmosphere. നമ്മൾ തന്നെയാണ് നമുക്ക് ചുറ്റും ഒരു നല്ല അന്തരീക്ഷം ഉളവാക്കുന്നത്. That is why I will also say today, but again and again I will say, there are only two types of words that come out of your mouth. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാവുന്ന രണ്ട് തരം വാക്കുകളേ ഉള്ളൂ. Death or life. ഒന്നുകിൽ ജീവന്റെ വാക്കുകൾ അല്ലെങ്കിൽ മരണത്തിന്റെ വാക്കുകൾ. When we say things contrary to the word, it becomes death. ജീവന്റെ വചനത്തിന് വിരുദ്ധമായി നമ്മൾ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം മരണത്തിന്റെ വാക്കുകളായി. Let our homes be covered with the word of life. നമ്മളുടെ ഭവനം ജീവന്റെ വചനങ്ങളാൽ നിറയട്ടെ. Just close your eyes wherever you are. നിങ്ങളായിരിക്കുന്നിടത്ത് ആ ബാഹ്യ കണ്ണുകളൊന്നും അടച്ചുകൊണ്ട് Just close your eyes and say, thank you, Jesus, that you are going to talk to me through the word. കഴിയുന്നവരിൽ അതാത് സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച യേശുവേ, ഇന്നത്തെ തിരുവചനം എന്റെ ഹൃദയത്തിൽ എനിക്കുള്ളതായി മാറണം. Let every homes be filled with the glory, the presence of Jesus. ഓരോ ഭവനങ്ങളിലും ദൈവമഹത്വം കൊണ്ട് നിറയട്ടെ. ദൈവ സാന്നിധ്യം, ക്രിസ്തുവിന്റെ സാന്നിധ്യ വീടുകൾ അനുഭവിക്കട്ടെ. We worship you, Lord. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. Everyone together. എല്ലാവരും ചേർന്ന്. And Lord, I worship you. And Lord, I worship you. And for your name is holy, holy, Lord. For your name is holy and holy, Lord. When you are singing, Lord, your name is holy. കർത്താവേ, അങ്ങയുടെ നാമം പരിശുദ്ധമെന്ന് നിങ്ങൾ പാടുമ്പോൾ We are not talking about something, holiness means I see you separated, നീ high above every other name. പരിശുദ്ധം എന്ന് പറയുമ്പോൾ വേർതിരിക്കപ്പെട്ടത്, അഥവാ കർത്താവേ നിന്റെ നാമം പരിശുദ്ധം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലോ മറ്റെവിടെയുള്ള സകലത്തിൽ നിന്നും നിന്റെ നാമം ഉയർന്ന് അവയിൽ നിന്നൊക്കെ When I എത്രയോ say ഉയർന്ന്. I worship you, Lord, your name is holy, I'm saying in my heart, you are the king, you are everything for me. ഞാൻ നിന്നെ ആരാധിക്കുന്നു, നിന്റെ നാമം പരിശുദ്ധം എന്ന് പറയുമ്പോൾ നീയാണ് കർത്താവ്, നിന്നെ മാത്രം ഞാൻ ഉയർത്തുന്നു, അങ്ങേ ഞാൻ ഉയർത്തി പ്രതിഷ്ഠിക്കുന്നു. You are a special, you are very, very special. I love you so much. This love, I won't give it to anybody. നീ എനിക്ക് ഏറ്റവും പ്രത്യേകതയുള്ളവൻ, നീ മാത്രം. ഈ സ്നേഹം അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഞാൻ കൊടുക്കുകയില്ല. That is why the book of Ephesians chapter 1, the Bible says that we should be holy and blameless in love. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ സ്നേഹത്തിൽ നിഷ്കളങ്കരും വിശുദ്ധരുമാകണമെന്ന് എഴുതിയിരിക്കുന്നു. Meaning to say our love should be holy. Meaning to say this love that I give to Jesus, I will not give to anybody. അതിന്റെ അർത്ഥം നമ്മുടെ സ്നേഹം വിശുദ്ധമാണെന്ന് പറഞ്ഞാൽ സ്നേഹം വിശുദ്ധീകരിക്കപ്പെട്ടത്, മാറ്റിവെക്കപ്പെട്ടത്, സെപ്പറേറ്റഡ് ആയിരിക്കണം. ദൈവത്തിന് അല്ലാതെ വേറെ ആർക്കും ആ സ്നേഹം കൊടുക്കുക. I will not give this love to anyone else. എന്റെ ഈ സ്നേഹം ഞാൻ മറ്റാർക്കും കൊടുക്കുക. No one at all. No one is worthy for this love. എന്റെ ഈ സ്നേഹത്തിന് വേറെ ആരും യോഗ്യരല്ല. Number 2, this is blameless. 2, ഈ സ്നേഹം നിഷ്കളങ്കമാണ്. Meaning to say, I don't love Jesus because I want to get something out of him. എന്റെ ഈ സ്നേഹം എന്തെങ്കിലും കർത്താവിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക സ്നേഹമല്ല എന്നർത്ഥം. Everyone comes to Jesus. Yes, I too came to Jesus so that I can be healed, that I can be delivered.
എല്ലാവരും യേശുവിന്റെ അടുക്കൽ പ്രാരംഭത്തിൽ വരുന്ന ഏതെങ്കിലും ആവശ്യത്തിന്, എന്റെ കാര്യം അങ്ങനെ തന്നെയാണ്, ഒരു സൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. But the more you came closer to him, എന്നാൽ യേശുവിനെ ഏറ്റവും അടുത്തറിയും തോറും you will understand. ഒരു കാര്യം മനസ്സിലാവും. You don't have to ask anything. ഒന്നും കർത്താവിനോട് തരണേ തരണേ എന്ന് ചോദിക്കേണ്ടതില്ല. Even before you ask, ചോദിക്കുന്നതിന് മുമ്പ് he തന്നെ knows your need. ആവശ്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ടെന്ന്, and he gives it according to his abundance and grace. തന്റെ കൃപാധനത്തിൽ നിന്നായിരിക്കും, ആ സമൃദ്ധിയിൽ നിന്നായിരിക്കും അവിടുന്ന് നമുക്ക് തരുന്നത്. Your little demands will go off. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യ പ്രഖ്യാപനങ്ങളൊക്കെ മാറിപ്പോകും. And then you will start loving him as he is, for what he is. അവൻ ആരായിരിക്കുന്നു, അവൻ എന്താണോ അതോർത്ത് അവനെ മഹത്വപ്പെടുത്തുന്ന, സ്തുതിക്കുന്ന ആളായി നീ മാറും. നിന്റെ ആവശ്യങ്ങൾ എന്നുള്ളത് അപ്രസക്തമാവും. എന്നാൽ അവയെല്ലാം കർത്താവ് തന്റെ ധനത്തിനത്തോണം തരികയും ചെയ്യും. Your love will be evident, can be seen by others. ഈ ദൈവത്തോടുള്ള നിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്കും നന്നായി തിരിച്ചറിയാൻ പറ്റും. And that is why we are called before the foundation of the earth, that your love will be visible, seen as holy and blameless for Jesus. യേശു ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം വിശുദ്ധവും നിഷ്കളങ്കവുമാണെന്ന് ഈ കാലങ്ങളിൽ കാണിക്കേണ്ടതിനു വേണ്ടി, മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തക്കോണം വെളിപ്പെടാൻ വേണ്ടി ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത്. And that love we cannot do, we cannot generate. That is why Romans 5:5 says the love of God is poured into our heart by the Holy Spirit. ഈ സ്നേഹം നമ്മുടെ സ്വന്തം സ്നേഹമോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്നോ അല്ല, മറിച്ച് റോമാലേഖനം 5:5 പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നു വെച്ചിരിക്കുന്നു. അത് ദൈവിക സ്നേഹമാണ് നമ്മളിലൂടെ ഒഴുകുന്നത്. Many people ask me, how can you love Jesus like this? പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ബ്രദറിന് എങ്ങനെ ഇങ്ങനെ യേശുവിനെ സ്നേഹിക്കാം? Some people ask me, how did Heavenly Feast Church grow? പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഹെവൻലി ഫീസ്റ്റ് സഭ എങ്ങനെ ഇങ്ങനെ വളർന്നത്? I say, love Jesus. ഞാൻ പറഞ്ഞു, സ്നേഹിക്കാൻ മതി കർത്താവിനെ. How do you do business? എങ്ങനെയാണ് ബിസിനസ് താങ്കൾ ചെയ്യുന്നത്? Love Jesus. യേശുവിനെ സ്നേഹിക്കുക. Immediately their question is, how do we love Jesus? ഉടനെ അടുത്ത ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ സ്നേഹിക്കുന്നത്? You cannot love a person by reading a book. ഒരു ബുക്ക് വായിച്ചിട്ട് ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഒക്കില്ല. It is through living with them, dwelling with them, and that is where the fellowship with Jesus, with the help of Holy Spirit, with the love poured into our hearts is very, very important. ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് എഴുതിയ പുസ്തകം വായിച്ചാൽ പോരാ, മറിച്ച് ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് വ്യക്തിയോടുകൂടെ സഹവസിച്ച് വ്യക്തിയുടെ ദിവ്യ സ്വഭാവം അനുഭവിച്ച്, അതിനാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ആ കൂട്ടായ്മ ബന്ധത്തിൽ മാത്രമേ ആ സ്നേഹം നിറയത്തുള്ളൂ. In the words of Jesus, Jesus says, abide in me, and you will have all the desires of your heart. യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, എന്നിൽ വസിപ്പീൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നടത്തി തരും. Just close your eyes and tell him, I love you, Jesus. നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് ഹൃദയം തുറന്ന് ആ നിൽക്കുന്ന നിൽപ്പ് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാം, യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. Say, Holy Spirit, I want to love Jesus. പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എനിക്ക് യേശുവിനെ സ്നേഹിക്കണമെന്നൊന്ന് പറഞ്ഞു. I want to love Jesus who I cannot see. എനിക്ക് കാണാൻ മേലാത്ത അദൃശ്യനായ യേശുവിനെ എനിക്കൊന്ന് ഹൃദയം തുറന്ന് സ്നേഹിക്കും. I cannot see, but that does not mean he does not exist. എന്റെ ഈ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നുകൊണ്ട് അവനില്ല എന്നല്ലല്ലോ അതിനർത്ഥം. I don't see, but does not mean he is not there. ഞാൻ കാണാത്തത് കൊണ്ട് അവൻ ഇവിടെ ഇല്ല എന്നല്ലല്ലോ അതിനർത്ഥം. He is here. അവൻ ഇവിടെ തന്നെ ഉണ്ട്. He is there in your house. നിങ്ങളുടെ വീട്ടിലുണ്ട്. Ask the Holy Spirit. പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞു, Holy Spirit, പരിശുദ്ധാത്മാവേ, give me that love, that I can love Jesus whom I have not seen. എനിക്ക് ആ സ്നേഹം എന്റെ ഹൃദയത്തിൽ നിന്ന് നിറയ്ക്കണമേ. അങ്ങനെ എന്റെ കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത യേശുവിനെ എനിക്ക് റിയൽ ആകുവാനും ആ യേശുവിനെ ഒന്ന് സ്നേഹിക്കുവാനും. All the believers who have the gift of tongues or gift of the Spirit in the Holy Spirit, start praising him right now. ഇപ്പോൾ എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചിട്ടുള്ള അന്യഭാഷയുടെ അനുഭവങ്ങളുള്ളവർ എല്ലാവരും ഇപ്പോൾ തന്നെ അന്യഭാഷകളൊന്ന് സ്തുതിച്ചു തുടങ്ങി. And all those who have not the gift of the Holy Spirit, don't worry, just say, I love you, Jesus. ആ പരിശുദ്ധാത്മാവിന്റെ കൃപാവരവും അന്യഭാഷകളും കിട്ടിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറ. And when you speak to Jesus in the Spirit. ആത്മാവിൽ കർത്താവിനോട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ Let that speech be sweet.
ആ കർത്താവിനോടുള്ള നിങ്ങളുടെ വാക്കുകൾ വളരെ മൃദുലമായിരിക്കട്ടെ, ഒരു ഒഴുകുന്ന അനുഭവമായിരിക്കട്ടെ. Some speak in tongues as if they are fighting. No. Just let it flow out of you. ചില അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ വലിയൊരു അംഗം പൊരുതുന്ന രീതിയിലാകാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ നൈർമല്യത്തോടെ Let the rivers of love flow out. Let heaven touch the earth and let your worship touch heavenlies. സ്നേഹം ഒരു ഒഴുക്ക് പോലെ, നീരുറവ് പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു അനുഭവമായിരിക്കട്ടെ ആരാധന. Let heaven kiss the earth and let the earth kiss the heaven. Let your words be, thy kingdom come. Let that kingdom worship come on earth as you are in heaven. നിങ്ങളുടെ ആരാധനയിൽ സ്വർഗം ഭൂമിയെയും തിരിച്ച് ഭൂമി സ്വർഗത്തെയും മുത്തം ചെയ്യുന്ന ഒരു അനുഭവമാകട്ടെ. ആ സ്വർഗം ചാഞ്ഞിറങ്ങി വരുന്ന നിലയിൽ അത് ഹൃദയങ്ങൾ കർത്താവിലേക്ക് കൊടുക്കാം. And Lord, I worship you. Lord, I worship you. And Lord, I worship you. And Lord, I worship you. And for your name is holy.
our lives. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവ് അങ്ങാണ്. You are the Lord of our families. ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളുടെ കർത്തൃത്വം അങ്ങേക്ക്. You are the Lord of our children. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കർത്തൃത്വം യേശുവേ അങ്ങേക്ക്. You are the Lord of our health. You are the Lord of our wealth. ഞങ്ങളുടെ ആരോഗ്യത്തിന്റെയും ഞങ്ങളുടെ സമ്പത്തിന്റെയും കർത്തൃത്വം യേശുവേ അങ്ങേക്ക്. You are the Lord of Heavenly Feast churches. ഹെവൻലി ഫീസ്റ്റ് സഭയുടെ കർത്തൃത്വം യേശുവേ അങ്ങേക്ക്. You are the Lord of Reach Worldwide and Reach Express, all of the activities. റീച്ച് വേൾഡ് വൈഡ്, റീച്ച് എക്സ്പ്രസ്, ഹെവൻലി ഫീസ്റ്റ് മുഖേന നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിന്റെയും കർത്തൃത്വം യേശുവിന്റെ കയ്യിലാണ്. We give you lordship. We give you glory, Jesus. യേശുവേ അങ്ങേക്ക് മാത്രം ഞങ്ങൾ ഇതിന്റെ എല്ലാം കർത്തൃത്വം ഏൽപ്പിച്ചു തരുന്നു. മഹത്വം അങ്ങേക്ക്. We do not want anything where you are not there. കർത്താവേ, അങ്ങ് ഇല്ലാത്ത ഒരിടവും ഞങ്ങൾക്ക് വേണ്ട, അങ്ങില്ലാത്ത ഒന്നും ഞങ്ങൾക്ക് വേണ്ട. We don't need money. We don't need recognition. We don't need anything where you are not there. കർത്താവേ, അങ്ങില്ലാത്ത പണം, അങ്ങയില്ലാത്ത അംഗീകാരം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. We want to be where you are because you are our Lord. You are our Christ. You are our glory. You are the Alpha and Omega. You are everything for us. കർത്താവേ, നീ എവിടെയാണോ അങ്ങ് അവിടെ മാത്രം ഞങ്ങൾക്കായിരുന്നാ മതി. കാരണം നീയാണ് ആൽഫയും ഒമേഗയും, നീയാണ് രാജാതി രാജാവ്, അങ്ങ് മാത്രമാണ് കർത്താവ്. We love you, Jesus. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. We give you glory. In Jesus' name we pray. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. Oh, we love Jesus so much. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. It is lovely to be in the presence of Jesus. യേശു കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്നത് എത്ര സന്തോഷകരമാണ്. Especially during worship, you lose sight of yourself. നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് മറന്നുപോകും. And these days I can feel the restoration of worship, and that is exactly what we desire. We desire that everyone will know this Jesus who is so simple and loving. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ നൽകി തരുന്ന ഒരു വലിയ കാര്യം, നമ്മുടെ ആരാധന പുനഃസ്ഥാപിക്കണോ, കർത്താവിന് മഹത്വം കൊടുക്കുന്നത് പുനഃസ്ഥാപിക്കപ്പെടണം. മാത്രമല്ല, യേശു ക്രിസ്തുവിനെ ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എല്ലാവരും ഒരു നല്ല സ്നേഹിതനായി സിമ്പിൾ ആയിട്ട് അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Many time when we come to the pulpit, in our mind we want to give the word. Yes, word is important, but more is losing sight of yourself when he appears. രാവിലെ യോഗത്തിന് ഇവിടെ വരുമ്പോൾ നിങ്ങളോട് പ്രസംഗിക്കണം, വചനം പറയാനാണ് വരുന്നതെങ്കിലും ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഇതിന് നമ്മൾ നമ്മളെ തന്നെ മറന്ന് അങ്ങ് പോവുകയാണ്. We are not in a preaching competition. We are in a kingdom where Jesus is the king. He is our Lord. He is our Savior. He is the Redeemer. He is everything. He is a lover. He is a friend. He is our husband. നമ്മളൊരു പ്രസംഗ മത്സരത്തിന് വന്നു, നമ്മുടെ പ്രസംഗം നല്ലതാണോ അല്ലയോ തെളിയിക്കുന്ന ഒന്നും ജോലി നമുക്കില്ല. നമ്മൾ വന്നിരിക്കുന്ന ഒരു രാജാതി രാജാവിന്റെ മുമ്പിലാണ്. അവൻ പ്രണയത്തിന്റെ രാജാവാണ്, അവൻ സ്നേഹത്തിന്റെ പ്രഭുവാണ്, അവൻ സകല നന്മയുടെയും കർത്താവാണ്, അവൻ നല്ല സ്നേഹിതനാണ്. I don't want to perform. ആ കർത്താവ് ഇവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ മുമ്പിൽ എന്റെ മികവ് തെളിയിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. I don't want to give you point number 1, 2. I gave a better point than Thomas Uti brother. Then Thomas Uti brother will say he gave 10, I give you 15. No preaching competition. Both of us stand in one accord that the world will know that Jesus is not an accuser. He is a lover. And he will never find fault with you. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഞാൻ ഒരു 10 പോയിന്റ് നിങ്ങളോട് പ്രസംഗിച്ചു, അത് കൊള്ളാമോ എന്ന് നോക്കി. അതിനുശേഷം തോമസ് ഊട്ടി ബ്രദർ വന്നിട്ട് അടുത്ത അതിനേക്കാൾ മെച്ചമാണ്, തങ്കു ബ്രദറിനേക്കാൾ ഇച്ചൂടെ മെച്ചമാകണമെന്ന് പറഞ്ഞ് അടുത്ത 20 പോയിന്റ് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങളൊരു പ്രീച്ചിങ് കോമ്പറ്റീഷൻ അല്ല, മറിച്ച് ഞങ്ങൾ തൊട്ട കണ്ട രുചിച്ച യേശു വളരെ സിമ്പിളാന്ന് ഞങ്ങൾക്ക് അറിയാം. ആ യേശുവിനെ ലോകം മുഴുവൻ ഒന്ന് അറിയണം, ആ ക്രിസ്തുവിൽ അവരെന്ന് ആശ്വാസം പ്രാപിക്കണം, ഒരു നീതിബോധത്തിലെത്തണം, കുറ്റബോധത്തിൽ നിന്ന് വിടുതലാണ്. Amen. Jesus said, I won't accuse you. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറ്റം ചുമത്തത്തില്ല. And he is the same even today. ആ യേശു ഇന്നും മാറ്റമില്ലാത്തവനാണല്ലോ. He doesn't accuse anybody. അവൻ ആരെയും അന്നും കുറ്റം ചുമത്തുന്നില്ല, ഇന്നും ചുമത്തുന്നില്ല. And that is the love that brings us to repentance. ആ സ്നേഹം നമ്മളെ കുറ്റക്കാരായിട്ടും നമ്മളെ കുറ്റം ചുമത്താതെ
നമ്മുടെ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന സ്നേഹം കണ്ടാണ് നമ്മൾ മാനസാന്തരപ്പെട്ടത്. There is a competition between us. ഞങ്ങൾ തമ്മിൽ ഒരു മത്സരമുണ്ട്. I want him to preach, he wants me to preach. ഞാൻ എന്റെ ആഗ്രഹം തങ്കു ബ്രദർ പ്രസംഗിക്കണമെന്നാ, എന്റെ ആഗ്രഹം തങ്കു ബ്രദറിന്റെ പ്രസംഗം കേൾക്കണമെന്നാ, തങ്കു ബ്രദറിന്റെ ആഗ്രഹം ഞാൻ എന്ത് പറയുന്നത് കേൾക്കണം. I love to sit and listen to his preaching because, you know, even if the plane is nose diving, he can take it off again back. I don't have that skill. ചില സമയത്ത് എന്റെ ആഗ്രഹം തോമസ് ഊട്ടിയോന്റെ പ്രസംഗം കേൾക്കണമെന്ന, കാരണം അത് ലാൻഡ് ആകാൻ പോകുന്ന ഒരു മീറ്റിംഗ്, ഇടിച്ച് തകരാൻ പോവാ പ്ലെയിന്, പക്ഷെ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തോണ്ട് പോകും. എനിക്കത് അറിയത്തില്ല എന്ന് പറഞ്ഞ പ്രസംഗത്തിലോ ഞാൻ ഇങ്ങനെ ഡൗൺ 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 ആയിട്ട് പോയിക്കൊണ്ട് അവിടുന്ന് ഒറ്റ കൊണ്ടുപോകുന്ന പോക്ക് അതൊരു സമ്മതിച്ചായിരുന്നു. അത് തങ്കുബ്രദറില്ല, എനിക്ക് ഉള്ളതാണ് തങ്കുബ്രദർ പറഞ്ഞത്. And we enjoy preaching. ഞങ്ങൾക്ക് പ്രസംഗം ഭയങ്കര ഇഷ്ടമാണ്. We enjoy. നമ്മൾ പ്രസംഗിക്കല്ലാത്തോണ്ടാണ്. We enjoy it because we love Jesus. നമ്മൾ വേറൊന്നുകൂടെ നമ്മൾ പ്രസംഗിക്കല്ല. അല്ല ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് സ്ക്രീനിൽ തന്നെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. Hallelujah. Hallelujah. We enjoy it because it is out of love. That is why Jesus said, "My yoke is light." യേശു കർത്താവിനെ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കർത്താവ് പറഞ്ഞ എന്താണ്, എന്റെ ചുമട് ലഘുവ എന്ന് പറഞ്ഞ ഈ ശുശ്രൂഷയിൽ ഒത്തിരി കട്ടിയൊന്നും പിടിക്കേണ്ട കാര്യം. Yeah, that is what he said was, in the ministry you don't have to struggle. His yoke is light if the foundation is love. ആമേൻ. സ്നേഹിക്കുന്നവർക്കാണ് കർത്താവിന്റെ ചുമട് ലഘുവായിട്ട്. Those who love, for them the yoke becomes light. ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയ്ക്ക് രാവിലെ ഇനിയിപ്പോ കാപ്പി ഉണ്ടാക്കി പറയാൻ പോവായിരുന്നു. This is it. Either he preaches or I preach. We have same things. He said, just like a wife, when she's serving the husband, it is not a burden. It is out of love. She enjoys doing things for her husband. And that is what is the mindset of a worker or a servant of God. ഇത് തന്നെയാണ് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസന്റെ ഒരു ശുശ്രൂഷകന് ആ വ്യക്തിക്ക് തോന്നുന്ന ഒരു ഭാരമേ അല്ല. It is, they are enjoying it. അവര് ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കും. And that is the key which should happen to every believer, every man of God, anyone who knows Jesus. And this love, you cannot get it by reading the book. It has to be fellowship with the Holy Spirit. ഈ സ്നേഹത്തിന്റെ ഒരു മനോഭാവമാണ് ഓരോ യേശുവുള്ള വിശ്വാസിക്കും ശുശ്രൂഷകനും ഉണ്ടാകേണ്ടത്. പക്ഷെ ഈ സ്നേഹം നമുക്ക് ബൈബിള് വായിച്ചു കിട്ടത്തില്ല, മറിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പകർന്നിട്ട് കർത്താവിന്റെ കൂടെ നമ്മൾ ചെലവഴിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. It is only by the help of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. You and I should understand, you should be aware there is a life beyond this natural life which is full of joy, full of peace, full of adventure, full of good things. Unless you are aware, you won't desire for it. സാധാരണ ഭൗതിക ജീവിതത്തിന് അപ്പുറത്ത് ആത്മമണ്ഡലത്തിൽ ഒരു ജയകരമായ, ഇത്ര സന്തോഷകരമായ കർത്താവിന്റെ കൂടെ ചെലവഴിക്കുന്ന ഒരു മഹാജീവിതം ഉണ്ടെന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതാണ് ആവശ്യം. Mostly what happens is that in the preaching, the focus is sin and hell instead of righteousness and an overcoming life. ഒരു ക്രിസ്തുവിലുള്ള നീതീകരണവും അതുവഴി ലഭിക്കുന്ന ജയകരമായ ഒരു ജീവിതവും പ്രസംഗിക്കപ്പെടുന്നതിന് പകരം പാപവും നരകവും അതുള്ളത് തന്നെയാ, പക്ഷെ അതിനെയാണ് പ്രസംഗിക്കുന്നത്. So what happens when a person believes Jesus? He says, now I'm going to heaven. That is it. He does not desire a life full of eternal life, the Zoe life which God has kept for him. ആകെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇനിയിപ്പോ സ്വർഗത്തിൽ പോകുന്നതിൽ അപ്പുറം ഒന്നും ലഭിക്കുന്നില്ല, മറിച്ച് നിത്യജീവൻ ഉള്ളിലാ വന്നിരിക്കുന്നത്. ആ നിത്യജീവനോടെ ഈ ഭൂമിയിൽ വാഴുന്ന ജയകരമായ ഒരു ജീവിതം ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. They don't understand. They're limited by saying, I believe Jesus, I got baptized, I have got tongues. That is it. പലരും ഞാൻ യേശുവിൽ വിശ്വസിച്ചു, ഞാൻ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ഏതൊക്കെയോ കാര്യങ്ങൾ പടികൾ പൂർത്തീകരിച്ചു, എല്ലാം ആയെന്നൊരു ചിന്തയിൽ അവർ തൃപ്തിപ്പെടുന്നു. And this is deception by the devil which gives false pride
and you start condemning others. എന്നിട്ട് മാത്രമോ ഞാൻ സ്നാനപ്പെട്ടയാളാണ്, ഞാൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് അറിയാതെ പിശാച് ഇത് തന്നെ ഉപയോഗിച്ച് നമ്മളെ ചതിക്കും. എന്താണ്? ഒരു ആവശ്യമില്ലാത്ത ഒരഹംഭാവം. ഞാൻ ഇത്രയൊക്കെ ആയി, ബാക്കിയുള്ളവരാരും ശരിയല്ല, അവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവർ ശരിയായ ദൈവമക്കളല്ല എന്ന് പറഞ്ഞ് അവരെ ഇടിച്ചു താക്കാനുള്ളൊരു അഹന്തയും കൂടെ വരിക. But when you understand there is a life which is far higher than this natural life, and what we have reached is nothing, there is more to attain. You will stop looking at others. You will stop comparing yourself with others. You will always say, Father, fill me more of your fullness. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടതോടെ ഞാൻ എന്തൊക്കെയോ പടികൾ പൂർത്തീകരിച്ചു, മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുമായി തട്ടിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ ഇനി ഞാൻ ആരാണ്, എന്തായി തീർന്നു, എനിക്ക് ഇനിയും കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഏത് നിലയിൽ ഇവിടെ ഉയരാൻ ഇനിയും കിടക്കുകയാണെന്ന് അറിഞ്ഞാൽ മറ്റാരെയും ഞാൻ മോശമാക്കാൻ പോകത്തില്ല, വേറെ ആരുമായിട്ട് തട്ടിക്കാൻ പോകത്തില്ല, മറിച്ച് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ മുൻപോട്ടായുകയായി. Some people ask us, why does Thomas Uti brother and Tangu brother do not criticize others? It is because we understand there is a life far higher. We are aspiring for the spiritual. We are not competing with anyone. പലപ്പോഴും തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും എന്തുകൊണ്ട് വേറൊരു സഭയും ആരെയും കുറ്റം പറയാറില്ലോ എന്ന് പറഞ്ഞ കാര്യതേ ഉള്ളൂ. അതിന്റെ ആവശ്യം എന്താ? ഏറ്റവും ഉന്നതമായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഉയരാൻ കിടക്കുമ്പോൾ ഏതോ ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അതിനോട് പിടിച്ച് നമ്മൾ എന്തിനു ചെറുതാകണം? We become small, and that is the trick of the devil. മാത്രമല്ല അങ്ങനെ നമ്മളെ ചെറുതാക്കുക എന്നുള്ളത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. And so we lose hope, we lose faith. We now are focused on little things of this world, where we have to set our mind in heavenly places where Christ has set a standard. ആ കൊലോസ്യ ലേഖനം 3 പറയുന്ന പോലെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഉയരത്തിലുള്ള ചിന്തിച്ച് ഉന്നത ചിന്തകളോടുകൂടെ ഉന്നതികളിലേക്ക് ഉയരാനുള്ളതെല്ലാം വിട്ടിട്ട് ഈ ചെറിയ കാര്യങ്ങളിൽ അവരെ കുറ്റം പറഞ്ഞ് ഇവരെയും കുറ്റം പറഞ്ഞു പോയാൽ ഞാൻ തന്നെ ചെറുതാകും. And this is only with the help of the Holy Spirit. ഇങ്ങനെ നമുക്ക് ഒരു ചിന്തയിൽ ഉയരണമെങ്കിലും പരിശുദ്ധാത്മാവിന്റെ സഹായത്താലേ സാധിക്കത്തു. Without the help of the Holy Spirit, I'll tell you there is no victorious life. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ഈ ഭൂമിയിൽ ജയകരമായ ജീവിതം സാധ്യമല്ലേ അല്ല. We will be influenced by the world, influenced by others, influenced by our company. മറ്റുള്ളവരുടെ വാക്കുകളാലും ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാലും നമ്മൾ സ്ഥിരം ഇടപെടുന്നവരായാലും നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ട് ഉന്നതത്തിലേക്ക് പോകാൻ നമുക്ക് ഇതിലൊക്കെ നമ്മൾ പെട്ടുകിടക്കും. We will always think I am better than him and be satisfied. എന്നിട്ട് ഏതെങ്കിലും 1-2 പേരെ എടുത്തിട്ട് അവരെക്കാൾ ഞാൻ കുറച്ച് മെച്ചമാണെന്ന് പറഞ്ഞ് അവിടെ ഞാൻ തൃപ്തിപ്പെടുക. എന്നാൽ അതിനു മുകളിൽ എത്രയോ ഉന്നതമായ ഒരു ജീവിതം കിടക്കുകയാണ്. Our standard is the author and finisher of our faith, Jesus Christ. നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതോ ഒരു വ്യക്തി അല്ല നമ്മളുടെ സ്റ്റാൻഡേർഡ്, മറിച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ അവന്റെ കാഴ്ച നമ്മുടെ നോട്ടം അവിടെ എത്തണം. എനിക്ക് when we look at Heavenly Feast Church, we are never satisfied. Heavenly Feast സഭയിൽ ഇന്നും ആ ഉണർവ് നടന്നുകൊണ്ടിരിക്കുക, പക്ഷേ ഞങ്ങൾ അതിൽ ഒട്ടും തൃപ്തരേ അല്ല. We see one full stadium, we are bigger than other church. No, all the stadiums of the world will be filled together and worship Jesus at the same time. That is what we are seeing. ഈ കേരളത്തിൽ ഒരു സ്റ്റേഡിയം ഫുൾ ആയിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് സ്റ്റേഡിയം നിറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഒരു തൃപ്തി പോലും ഞങ്ങൾക്ക് തോന്നില്ല. മറിച്ച് ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ മൈതാനങ്ങളും മുതിയം സ്റ്റേഡിയങ്ങളും നിറഞ്ഞ എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നത് കാണുവാൻ ഞങ്ങളുടെ ഹൃദയം ഉയർന്നിരിക്കുക. We are seeing it. ഞങ്ങളത് ആത്മാവിൽ കാണുകയാണ്. We are seeing the 7 billion people together worshiping Jesus. 700 കോടി ജനങ്ങൾ ഒന്നിച്ച് ദൈവത്തെ യേശു ക്രിസ്തുവിൽ ആരാധിക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. We are seeing all the stadiums packed to capacity where people will worship together Jesus, not the God of Christians, but a lover of our people. ലോകത്തിലുള്ള സകല സ്റ്റേഡിയങ്ങളും അണുവിടയില്ലാതെ നിറഞ്ഞു കവിഞ്ഞ് സത്യ ദൈവത്തെ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികളുടെ ദൈവത്തെ അല്ല, മറിച്ച് മാനവജാതിയുടെ രക്ഷകനെ ആ സ്നേഹഭാജനത്തിന് സ്തുതികരേറ്റുന്ന ദിവസം ഞങ്ങൾ കാണുകയാണ്. That is why we preach him as a person. We preach him as a lover who loves you so much. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഇടയനായി പ്രസംഗിക്കുന്നത്. And that is why the hope should always be alive. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ എപ്പോഴും പുതുകി നിൽക്കണം. Our hope
should be alive, then only faith will work. നമ്മുടെ പ്രത്യാശ എപ്പോഴും ജീവസുറ്റതായിരിക്കണം, എങ്കിലേ നമ്മുടെ വിശ്വാസം ക്രിയ ചെയ്യത്തുള്ളൂ. When our hope is alive, the devil's trick is to bring the hope down so that your faith will become useless. നിങ്ങളെ ആ പ്രത്യാശ ജീവനുള്ളതായിട്ട് നിലനിന്നില്ലെങ്കിൽ നിങ്ങളെ വിശ്വാസത്തിന് മന്ദീഭവിച്ച് പിശാച് നിങ്ങളെ ഒതുക്കാനിടയുണ്ട്. Hope is better things that is going to come. ഇനി വരാൻ പോകുന്ന ശ്രേഷ്ഠമായ കാര്യങ്ങളിലുള്ള നോട്ടമാണ് പ്രത്യാശ. Hope is always good things. പ്രത്യാശിക്കുന്നത് നമ്മളെപ്പോഴും നന്മയ്ക്ക് വേണ്ടിയാണ്. Hope should be always alive. പ്രത്യാശ എപ്പോഴും ജീവിച്ചിരിക്കണം. Hoping that this is going to be better and better. I'm talking about your personal life, your finance, your family, your children. Hope is something so important which is triggered by faith in the unseen world. നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ജീവിതം, നിങ്ങളുടെ കുടുംബ ജീവിതം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ എല്ലാ മേഖലകളും അതിനെക്കുറിച്ച് നല്ലതാണ് വരാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ ഒരു ഹോപ്പ്, ഒരു പ്രത്യാശ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തെ വിശ്വാസം അതിനായി നിങ്ങളെ ഉണർത്തിയെടുക്കും. Hope gives you excitement in your life. ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകൂ. Hope gives you a vision in life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദർശനം, മുമ്പോട്ട് പോകാൻ ഒരു കാഴ്ചപ്പാട് വേണോ, ഹോപ്പ് ഉണ്ടാകണം. You listen to that Lissy, the sister from Tiruvalla Church. Now she's in UK. നമ്മൾ മുമ്പേ കേട്ട സാക്ഷി ഇപ്പോൾ UK-യിലായിരിക്കുന്ന മോള് നമ്മുടെ തിരുവല്ല ചർച്ചിലെ മോളാണ്. The word which she used was very, very important. We were excited to give. ആ മോള് പറയുകയാണ് അവർക്ക് ആകപ്പാടെയുള്ള തുക, ബാങ്കിൽ കിടക്കുന്ന തുക, അത് അവളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെച്ച തുക സഭയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആയി അമ്മയും ഞാനും എന്ന് പറഞ്ഞു. Last year we were buying a land which so that we could have more access into the church land. നമ്മുടെ സഭയുടെ സ്ഥലത്തേക്ക് കൂടുതൽ വഴി കിട്ടാൻ വേണ്ടി ഉള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ വർഷം നമ്മൾ അതിനു വേണ്ടിയാണ് പിരിവെടുത്തത്. And Benny brother was going everywhere. Pradesh was there. Now the word she used, we were excited. We did not want the opportunity to be missed. അവിടെ ആ മോള് പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിച്ച്, ഇതൊരു സുവർണ അവസരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്, അതിൽ ഞങ്ങൾ അങ്ങ് ആശ്ചര്യഭരിതരായി കൊടുത്തു എന്നാണ്. Excitement in giving. കൊടുക്കാൻ എക്സൈറ്റഡ് ആകുക. Same way, അതുപോലെ തന്നെ there should be an exciting in serving Jesus. യേശു കർത്താവിനെ സേവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. Exciting because we know, we hope that things are going to be better. We hope that Jesus is going to return, and when he returns it will be far more glorious. എങ്ങനെയാണ് നമ്മൾ എക്സൈറ്റഡ് ആകാൻ പറ്റുന്നത്? ഈ ഒരു ആശ്ചര്യകരത നമുക്ക് എങ്ങനെ ഉണ്ടാവും? നമ്മുടെ അകത്ത് എപ്പോഴും ഒരു പ്രത്യാശ വേണം. യേശു വരാൻ പോകുന്നു എന്ന പ്രത്യാശ, ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി ഇനിയും വലുത് നടക്കാൻ പോകുന്നു, എന്നെ കൊണ്ട് വലുത് ചെയ്യിക്കാൻ പോകുന്ന ഒരു പ്രത്യാശയില്ലാത്തവർക്ക് ജീവിതം എപ്പോഴും ഒരു ശക്തിയില്ലാത്ത ജീവിതമാണ്. And because that the hope will be always ignited, Christ, the hope of glory, is inside of you. എന്തുകൊണ്ടാണ് നമ്മുടെ അകത്ത് ഈ പ്രത്യാശ എപ്പോഴും ഈ പ്രത്യാശയെ കർത്താവ് പുതുക്കി തരും? കാരണം മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ അകത്തുള്ളതുകൊണ്ട് ഈ പ്രത്യാശ എപ്പോൾ ഉണർത്തി തരും. I always used to think, why was it not written faith of glory? Why was it not written holiness of glory? Why was it not written many other words but hope of glory, Christ in you? Meaning to say, when Christ comes in me, whatever failure I am, I will shake myself and come out and say, I can do all things through Christ. Hope never gives up. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു എന്നതിനാ വാക്യത്തിൽ എഴുതിയത്. അതിന് പകരം മഹത്വത്തിന്റെ പ്രത്യാശ എന്നുള്ളതിന് പകരം വിശ്വാസത്തിന്റെ പ്രത്യാശ എന്നോ, വിശുദ്ധിയുടെ പ്രത്യാശ എന്നോ, മറ്റ് പ്രാർത്ഥനയുടെ പ്രത്യാശ എന്നോ, ഉപവാസത്തിന്റെ പ്രത്യാശ എന്നൊക്കെ വേണേ എഴുതാമായിരുന്നു. അല്ല, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു എന്ന് എഴുതിയിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ, ഞാൻ തന്നെ നിരാശയിൽ പോയാൽ എന്നെ പോകാൻ അനുവദിക്കത്തില്ല. എന്റെ അകത്തുള്ള മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു എന്റെ അകത്തെ പ്രത്യാശയെ ഉണർത്തി വീണ്ടും ഞാൻ മുൻപോട്ട്
മുമ്പോട്ട് പോകാൻ എന്നെ കുതിക്കുന്ന വ്യക്തിയാക്കി മാറ്റും. Even today, I want to challenge everyone and say, let not the medical documents that the doctor has given give up every hope. Amen. I want to say, let whatever financial problem you are, never lose hope. Never lose hope in your children. Never lose hope in your family. Never lose hope, but say, Christ in me will make you arise. ആകയാൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ മെഡിക്കൽ ഡോക്യുമെന്റ്, ലാബറട്ടറി റിപ്പോർട്ട് എല്ലാം തീർന്നു, ഇനി പ്രശ്നമാണ് എന്ന് മാത്രമാണ് പറയുന്നെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തീർന്നോ, ഇവന്റെ സ്വഭാവം ഇതാണല്ലോ, മക്കൾ ഇങ്ങനെയാണല്ലോ, എല്ലാം തീർന്നോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള മഹത്വത്തിന്റെ പ്രത്യാശ പറയില്ല, ഇതെല്ലാം എതിരായി തോന്നും. പക്ഷെ എന്റെ അകത്തെ പ്രത്യാശ ഉണരുകയാണ്, പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. Oh, hope persuades you, pressurizes you to rise up, to jump up and say, I can do all things through Christ who strengthens me. വീണ് കിടക്കേണ്ട ഒരു സ്ഥാനത്തും തകർന്നു പോകുന്ന ചിന്തിച്ച ഒരു സ്ഥാനത്തും അകത്ത് പ്രത്യാശയുള്ള വ്യക്തി അദ്ദേഹം പറഞ്ഞു, ഞാൻ വീഴത്തില്ല, ഞാൻ തകരത്തില്ല. താൻ തന്നെ കുടഞ്ഞെഴുന്നേറ്റിട്ട് പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും എന്ന് പറഞ്ഞതിനെ ഉണർത്തുന്നതാണ് ഈ ഭാഗ്യകരമായ പ്രത്യാശ. When the Holy Spirit comes, the hope of glory in you, you are assured of the love of God towards you. പരിശുദ്ധാത്മാവ് നിന്റെ അകത്തുള്ളപ്പോൾ ഈ മഹാപ്രത്യാശയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് തന്നെ നിന്റെ അകത്ത് ബോധ്യം തന്നിട്ട് നീ മങ്ങത്തില്ല, മയങ്ങത്തില്ല, ഉണർന്നെഴുന്നേൽക്കും. And that is why Paul is saying, I am persuaded that neither height nor depth nor angel or even death can separate me from the Christ that is in me. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, മരണത്തിനോ ജീവനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാട്ടെ എന്റെ അകത്ത് ഈ പ്രത്യാശ കത്തുന്നത് കൊണ്ട് ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് ഇവയ്ക്കൊന്നും എന്നെ വേർതിരിപ്പാൻ സാധ്യമല്ല. The word he uses in Romans 8 is I persuade myself. റോമാലേഖനം 8 പൗലോസ് ശ്ലീഹ എഴുതുന്നു, ഞാൻ എന്നെ തന്നെ ഉത്സാഹിപ്പിക്കുന്നു. Persuasion comes through hope. Persuasion comes through an assurance. What is the assurance? Not positive thinking, not positive talking, established in the promises of God. ഈ പ്രത്യാശ നമ്മുടെ അകത്ത് കൊണ്ടിരുന്ന വലിയ മുമ്പോട്ട് ഗമിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് കേവലം ലോകക്കാർ പറയുന്ന പോസിറ്റീവ് തിങ്കിങ്ങോ പോസിറ്റീവായ ചില വാക്കുകളോ പറയുന്നില്ല, മറിച്ച് ദൈവവചനത്തിൽ ഊന്നി അവന്റെ വാഗ്ദത്തത്തിൽ അടിസ്ഥാനപ്പെട്ട സത്യമാണ്, അത് ഒരിക്കലും മാറുകയില്ല. Today when I see a medical document which says I will not live for another week, I will see myself and say, by his stripes I am healed. ഇന്ന് എന്റെ കയ്യിൽ ഒരാഴ്ച കൂടെ മാത്രമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ഡോക്യുമെന്റ് ലാബറട്ടറിയിൽ നിന്നോ ഡോക്ടറോ തന്നാൽ അത് കണ്ട് ഞാൻ തളരത്തില്ല, മറിച്ച് അവന്റെ അടിപ്പിണരുകളാൽ ക്രൂശിൽ എനിക്ക് വന്ന സൗഖ്യം കാണുവാൻ എന്റെ പ്രത്യാശയെ ഞാൻ പുതുക്കും. That is why in the book of Proverbs chapter 13 and verse 12 the Bible says, hope deferred makes the heart sick, and when the desire comes it is the tree of life. സദൃശവാക്യങ്ങൾ 13 അധ്യായം അതിന്റെ 12 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചിരിക്കുന്ന, ആ ആശാ വിളംബനം, ഹോപ്പ് എന്ന ഹൃദയത്തെ ആശയില്ലാഴുക ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷം തന്നെ, വചനത്തെ നിന്ദിക്കുന്നവന് ഉത്തരവാദി. Hope deferred, meaning if hope goes down your heart becomes sick. അതിന്റെ അർത്ഥം ആശാ വിളംബം, പ്രത്യാശ ഇല്ലാതാകുന്നത് ഹൃദയത്തെ രോഗമുള്ളതാണ്. But when the desire or hope comes, you are becoming the tree of life. എന്നാൽ നിന്റെ അകത്തൊരു ആഗ്രഹം വരണം. വചനം കേട്ട് നിന്റെ ഉള്ളിൽ ആഗ്രഹം വരുമ്പോൾ അത് ജീവന്റെ വൃക്ഷം കഴിച്ചു. And that is why you should be with people who will talk life, talk faith, so that your hope is not deferred. അതുകൊണ്ടാണ് നിനക്ക് ചുറ്റും നീ നിർത്തേണ്ടത് ആശ തരുന്ന വ്യക്തികൾ, പ്രത്യാശ തരുന്ന വ്യക്തികൾ, വചനം പറയുന്ന വ്യക്തികൾ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിനക്ക് ആശാ വിളംബം, ഹോപ്പ് തെറ്റിപ്പോകത്തില്ല. When your hope is deferred, your heart becomes low and you will say, oh, I am going to die, I am too old, I cannot go further. But when faith arises, hope arises, it is equal to the tree of life. പ്രത്യാശ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുമെന്നറിയോ, ജീവിച്ചിട്ട് കാര്യമില്ല, എല്ലാം പോയി, എല്ലാം തീർന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്റെ ചുറ്റും ദൈവവചനം കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യാശ വരും. ആ പ്രത്യാശ രോഗമല്ല കൊണ്ടുവരുന്നത്, ജീവന്റെ വൃക്ഷം. Today stand up, arise and tell yourself, no, I am going to fulfill my life. I am going to be an overcomer. I am not what these people say. I
am what my Jesus says. ആകയാൽ നിങ്ങൾ ചാടി എഴുന്നേറ്റ് വിളിച്ചു പറയണം, എന്റെ ചുറ്റും ആൾക്കാർ അതും ഇതും ഒക്കെ പറഞ്ഞേക്കാം, എന്നെ കുറിച്ച് പറഞ്ഞേക്കാം, സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞേക്കാം. നിങ്ങൾ വിളിച്ചു പറയണം, അവരെന്ത് പറയുന്നു അതല്ല ഞാൻ, മറിച്ച് യേശു എന്നെ കുറിച്ച് എന്ത് പറയുന്നു, വചനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു അതാണ് ഞാൻ. ഞാൻ തകരത്തില്ല, തളരത്തില്ല, ഞാൻ കുതിച്ചെഴുന്നേൽക്കുകയാണെന്ന് പറഞ്ഞു. The reason is I am born from above, they are born from beneath. കാരണം ആ നിരാശ പറയുന്നവർ അവരെല്ലാം ഈ ലോകത്തിൽ നിന്ന് ജനിച്ചവർ, ഞാൻ ഉയരത്തിൽ ജനിച്ചു. And as I am born from above, I am an overcomer of every situation. ഉയരത്തിൽ ജനിച്ചവനാകെ ഈ ഭൂമിയിലെ എല്ലാ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയുമെന്ന് എന്റെ അകത്തുണ്ട്. That is why Paul says in 1 Corinthians chapter 15, do not be deceived. Evil company corrupts good habit. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15 നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, ഒരിക്കലും നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് ദുർഭാഷണത്താൽ. നിങ്ങളുടെ ചുറ്റും വേണ്ടാത്തത് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സദാചാരം കെട്ടുപോകും. Your hope will be dying. നിങ്ങളുടെ പ്രത്യാശ തീർന്നു പോകും. Your desire will go. നിങ്ങൾക്ക് അകത്ത് പിന്നെ ജീവിക്കാൻ ഒരു ആഗ്രഹം പോലും കാണില്ല. Many Christians, when they come to faith, they have big desire. They want to be a conqueror. They want to be overcomer. But because of your bad company, because of what you are hearing wrong, your desire goes off, hope goes off. Now you are sick. പല വിശ്വാസികളും വരുമ്പോൾ വലിയ ഉത്സാഹത്തോടെ എനിക്ക് അത് പ്രാപിക്കണം, ഇന്നടത്തെത്തണം, ഇന്ന ശുശ്രൂഷ ചെയ്യണം, ഇന്ന പോലെ ഉയരണം. എന്നാൽ വേണ്ടാത്ത ആൾക്കാർ ചുറ്റും കൂടി വേണ്ടാത്ത വാക്കുകൾ പറയാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവരുടെ അകത്തെ ആ പ്രത്യാശ അങ്ങ് കെട്ടുപോയിട്ട്, ആഗ്രഹങ്ങൾ കെട്ടുപോയിട്ട് വിമർശകരായി, നിരാശിതരായി, ഒന്നും വേണ്ടാത്തവരായി, മറ്റാരെങ്കിലും ചെയ്യുന്നവരെ കൂടെ മടുപ്പിക്കുന്നവരായി അവരോടുവിൽ ഏറ്റവും. That is why the Bible, when it talks of a believer, it talks of a runner, athlete, soldier, wrestler. Why? They don't give up. They have an aim to be number one in what they do. അതുകൊണ്ടാണ് ദൈവവചനം ഒരു പുതിയ നിയമ വിശ്വാസിയെ ഉപമിക്കുമ്പോൾ എന്തിനോടാണ്? ഒരു ഓട്ടക്കാരൻ, ഒരു അത്ലറ്റ്, ഒരു പടയാളി, ഒരു കർഷകൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് പോകുന്ന ഉപമകൾ മാത്രമേ ഒരു വിശ്വാസിയെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. Never it talks about they were sleeping and they gave up. No, even they did not see, they saw it in their spirit. എവിടെങ്കിലും കിടന്നുറങ്ങുന്നവൻ, മടുത്ത് പിന്മാറിയവൻ എന്ന് പറയുന്ന, അല്ലെ കുഴികുഴിച്ച് കുഴിയിലിരിക്കുന്നവൻ, അങ്ങനെ ഒരു ഉപമയും വിശ്വാസിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സടകുടഞ്ഞെഴുന്നേക്കുന്നവൻ, മുൻപോട്ട് ഓടുന്നവൻ, പടയാളി, ജയിച്ചടക്കുന്നവൻ എന്നാണ് പറയുന്നത്. Oh, the Bible says we don't wrestle against flesh and blood. It is talking of a wrestler who is going to defeat, he is going to overcome, and that is through faith, and faith comes by hope. Hope comes by desire. അവിടെ പറയണം, നമ്മുടെ പോരാട്ടം, നമ്മുടെ മൽപ്പിടുത്തം ജഡരക്തങ്ങളിലുള്ളവരുടെ അല്ല. അതിന്റെ അർത്ഥം നമ്മൾ മൽപ്പിടുത്തക്കാരാണ്, നമ്മൾ ഗുസ്തിമാന്മാരാണ്, നമ്മൾ സകലത്തെ മലർത്തി അടിച്ച് മുൻപോട്ട് പോകുന്നവരാണ്. We are just like the sumo wrestler. നമ്മളെ സുമോ റെസ്ലിംഗുകാരെ പോലെയാണ്. Oh, by rest all are little things. ബാക്കിയെല്ലാം ചെറുതാണ്. നമ്മൾ മല്ലടിച്ച് സുമോ പോലെ ആയിരിക്കുകയാണ്. Don't look yourself that the enemy is big and you are small. Even he will prepare a table before your enemy, that you will become bigger and bigger and bigger with a desire to see the impossible happen. നിന്റെ പ്രശ്നങ്ങളാകുന്ന ശത്രുക്കളെ കണ്ട് അയ്യോ അതെല്ലാം വലുതാണ്, നിന്നെ ഉപദ്രവിക്കുന്ന ആ വ്യക്തികൾ വലുതാണ്, ഞാൻ ഏറ്റവും ചെറുതായി പോയെന്ന് പറയല്ല, മറിച്ച് പ്രത്യാശയാൽ പുതുക്കിക്കൊണ്ട് നീ ഏറ്റവും വലുതായി ആ ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് മേശ ഒരുക്കി ആ മേശ കഴിച്ച് നീ ബലപ്പെട്ട് വളർന്ന് പർവ്വത സമാനമാകി നിന്റെ ശത്രുക്കൾ ഒരു പൊടി പോലെ ഓടിപ്പോകും. And that is why Jesus coins the word desire when he says, if you abide in me, I abide in you, you will have all the desire, meaning your hope will never go down. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ മക്കളെ കുറിച്ച് ഡിസയർ ഉള്ളവരായി, ആഗ്രഹിക്കുന്നവരായി, പ്രത്യാശയുള്ളവരായിരിക്കണം. ഞാൻ നിങ്ങളിലും എന്റെ വചനം നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത്, നിങ്ങളുടെ അകത്തൊരു ആഗ്രഹം ഉണ്ടായിരിക്കും എന്നിലുള്ളവർക്ക് അതെല്ലാം നൽകും. That is why the Bible says faith is the substance of the things hoped for. If there is no hope, faith also goes down. അതുകൊണ്ടാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, ആശ എന്നല്ല പ്രത്യാശിക്കുന്നത് എന്തോ ഉറപ്പ്. ഒരു പ്രത്യാശയും ഇല്ലാത്തവർക്ക് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. If you don't have a hope that Jesus is going to come, you will become a person in the flesh. യേശു കർത്താവ് വീണ്ടും വരും എന്ന പ്രത്യാശയില്ലാത്ത ഒരു വിശ്വാസി വെറും ജഡികനേക്കാൾ ഈ ലോകത്തിൽ ചേർന്നവനാണ്. But those who know Jesus is coming, I don't know when, might be now, might be tomorrow, he will be like a soldier fighting against the devil, fighting against circumstances, and he will say, every moment of my life
I want to talk about Jesus. I want to know the world will know Jesus. I will multiply the talent. യേശു വരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ടെങ്കിൽ എനിക്ക് കിടന്ന് ഉറങ്ങാൻ തോന്നത്തില്ല. മറിച്ച് ഞാൻ എന്നെ തന്നെ ഉത്സാഹിപ്പിക്കും. ഇന്നാണോ നാളെയാണോ വരുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകും. മറ്റുള്ളവരുടെ യേശുവിനെ കുറിച്ച് പറയും. ഈ ലോകത്തിൽ ഒന്നിലും ഞാൻ പതറത്തില്ല. എന്റെ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയാണ് ഓരോ നിമിഷവും എന്നിൽ വിശ്വാസം പുതുക്കുന്നത്. That is why the Bible says that just shall live by faith. But faith, how? That the Lord is coming. Hope and faith is attached. അതുകൊണ്ടാണ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വിശ്വാസം എവിടെയാ? പ്രത്യാശ ഉള്ളവർക്കാ ഈ വിശ്വാസവും പ്രത്യാശയും കണക്ട് ആയിട്ടാണ് പോകുന്നത്. That is why in verse 35, 10, 35 and 36 the Bible says, 36, 37, 38 the Bible says, therefore do not cast away the confidence that the Lord has given you. അതുകൊണ്ടാണ് ഇബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 35, 36, 37, 38 35, 36, 37, 38 ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. Because you need endurance. Now who needs endurance? An athlete needs endurance. A soldier needs endurance. A fighter needs endurance. We are men and women who fight a good fight of faith. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യം. ആർക്കാണ് സഹിഷ്ണുത വേണ്ടത്? എപ്പോൾ ഒരു മൽപ്പിടുത്തക്കാരന് സഹിഷ്ണുത വേണം, ഒരു ഓട്ടക്കാരന് സഹിഷ്ണുത വേണം, ഒരു പടയാളിക്ക് സഹിഷ്ണുത വേണം. ഞാനും നിങ്ങളും വിശ്വാസത്തിന്റെ പോർപെരുന്നാകയാൽ സഹിഷ്ണുതയോടെ നമ്മൾ ഹോപ്പ് ചെയ്തതിൽ നമ്മൾ എത്തുക തന്നെ ചെയ്യും. I want to assure you today. ഇന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം. Might be you had a dream and that did not happen. That does not mean it will never happen. Today, arise in hope and make it happen. Become a history maker in your time. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാഴ്ചപ്പാട്, ഒരു ദർശനം, ഒരു സ്വപ്നം ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഒന്നും നടക്കുന്ന ലക്ഷണം ഇതുവരെ കാണുന്നില്ല. വിട്ടുകൊടുക്കരുത്. അത് നടന്നില്ല എന്നുകൊണ്ട് നടക്കുകയില്ല എന്നല്ല, മറിച്ച് നിങ്ങളുടെ അകത്തെ ദർശനം ഒരു ഹോപ്പാണ്. ആ ഹോപ്പിലേക്ക് നോക്കി ഇന്ന് വിശ്വാസത്താൽ ചുവടുവെക്കുക. അവിടെ തന്നെ എത്തിച്ചേരും. And the hope, the foundation of hope, foundation of desire is the return of Jesus Christ. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലൂടെയാണ് നമുക്ക് പ്രത്യാശയുടെ അടിത്തറ ഉണ്ടാകുന്നത്. That is why verse 37 gets connected and says, അവിടെയാണ് 37-ാം വാക്യം അതിനോട് ചേർന്ന് ഇങ്ങനെ പറയുന്നു, for a little while he who is coming will come and will not tarry. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. Meaning to say, അതിന്റെ അർത്ഥം when your hope is in the return of the Lord, കർത്താവിന്റെ വരവിലാണ് നിങ്ങളുടെ പ്രത്യാശ പൂർണ്ണമായി വെച്ചിരിക്കുന്നത്. I have heard many believers say, പല വിശ്വാസികളും ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, oh, we have heard it for years, nothing is happening. എത്ര വർഷമായി കേൾക്കുന്ന കർത്താവ് വരുമെന്ന്. You know what you are saying? എന്താ നിങ്ങൾ പറയുന്നതെന്ന് അറിയാമോ? That even your dream will not be fulfilled. നിങ്ങളുടെ ദർശനങ്ങളൊന്നും നടക്കത്തില്ലെന്ന് അതുവഴി നിങ്ങൾ പറയുന്നു. You are declaring you are not going to be healed. I am not going to be prosperous. Your word is speaking about your desire. If you say no, Jesus is coming, everything comes to life. യേശുക്രിസ്തു വരുമെന്നുള്ളതാണ് പ്രധാന പ്രത്യാശ. ആ പ്രത്യാശയെ തന്നെ തള്ളിക്കളഞ്ഞ് നമ്മൾ സംസാരിച്ചാൽ അതിന്റെ അർത്ഥം എന്റെ സൗഖ്യം നടക്കത്തില്ല, എന്റെ വിടുതലും നടക്കത്തില്ല, എന്റെ ഉയർച്ച നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. മറിച്ച് പ്രത്യാശയുടെ ഏറ്റവും പൂർണ്ണതയായ യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിച്ചാൽ എന്റെ ഈ ലോകത്തിലെ ബാക്കി എല്ലാ വാഗ്ദത്തങ്ങളും, എല്ലാ ഉയർച്ചയും, എല്ലാ അനുഗ്രഹങ്ങളും, ബാക്കി മുഴുവൻ പ്രത്യാശകളും അതോടുകൂടെ നടക്കും. The foundation or the point of the release of life of foundation is the hope of the return of Jesus Christ. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനുള്ള എന്റെ പ്രത്യാശയാണ് എന്റെ ജീവിതത്തിന്റെ സകല നന്മകളുടെ ഉറവ. When you know Jesus is coming, യേശു വരുമെന്ന് നിങ്ങൾ അറിയുമ്പോൾ, when you have a hope, നിങ്ങൾ ആ പ്രത്യാശയുള്ളപ്പോൾ, this whole world comes to life. ഈ വചനം മുഴുവൻ അർത്ഥവത്താകണമെങ്കിൽ യേശു വരുന്നത് വ്യക്തമാകണം. Hallelujah. ആമേൻ. Everything comes to life when I know, and I know. I don't know. He did not come in the past generations. I don't know. But he will come and he will not tarry. What happens? Everything surrounding you starts becoming life. കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ വന്നില്ലായിരിക്കാം, കഴിഞ്ഞ തലമുറകളിൽ വന്നില്ലായിരിക്കാം, അതെനിക്ക് വിഷയമല്ല. കർത്താവിന്റെ വചനം പറയുന്നു അവൻ എത്രയും വേഗം വരും, താമസിക്കത്തില്ല. ആ പ്രത്യാശയിൽ ഞാൻ പുതുകുമ്പോൾ ആ പ്രത്യാശ മാത്രമല്ല എന്റെ ജീവിതത്തോടനുബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ജീവസുറ്റതാകും. That is why when you have the desire, the hope that Jesus is coming, you will never give up your confidence of anything in this life.
Because you have a confidence. I can appear into the throne of grace anytime. The word of God comes to life. യേശുക്രിസ്തുവിന്റെ വരവിന്റെ പ്രത്യാശ എന്റെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ മറ്റ് നിരവധി കാര്യങ്ങളുണ്ട്. അവയിലെല്ലാം ഉള്ള പ്രത്യാശ എനിക്ക് ഉളവായി വരും. അത് ജ്വലിച്ചു നിൽക്കും, അല്ലെങ്കിൽ എല്ലാം മരിച്ചു കിടക്കും. That is why verse 37 and 38 is connected. 37, 38 വാക്യങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്. The Bible says like this. ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്. They are let while. It is talking about confidence. It is talking about hope. അവിടെ വിശ്വാസത്തെ കുറിച്ചാണ്, അവിടെ പ്രത്യാശയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Read for a little while. He who is coming will come and will not tarry. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. Now. എന്നാൽ ഇപ്പോൾ The just shall live by എന്റെ faith. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. What is faith? എന്താണ് വിശ്വാസം? Things that I hope for. ഞാൻ എന്താണ് പ്രത്യാശിച്ചോ അതാണ് വിശ്വാസം. Biggest hope is the coming of Jesus. That connects you to everything to conquer this world. എന്റെ എല്ലാ പ്രത്യാശയുടെയും പ്രധാന പ്രത്യാശ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുവാൻ. ആ പ്രത്യാശയിൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുമ്പോൾ എന്റെ ഈ ലോകത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. And that is why the Bible says, if anyone draws back, my soul has no pleasure in him. എന്നിട്ട് തുടർന്ന് പറയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. If the prime hope, which is the return of Jesus, goes out of you, you will be another person in the world. നമ്മുടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരമപ്രത്യാശയായ ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ആ ആഗ്രഹവും പ്രത്യാശയും പോയെങ്കിൽ അയാൾ ഈ ലോകത്തിലെ ഒരു വെറും സാധാരണ മനുഷ്യനെ പോലെ. You will be competing with human beings. നിങ്ങൾ പിന്നെ ഈ ലോകത്തിലെ സാധാരണ മനുഷ്യരുമായിട്ടായിരിക്കും നിങ്ങൾ Your മത്സരിക്കുക. minds will be set on worldly goals. Your mind will be not set in heavenly places. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിൽ ഉയരത്തിൽ ഇരുന്ന മനസ്സിനെ നിങ്ങളെടുത്ത് ഇപ്പോൾ ലോകത്തിലെ സാധാരണ മനുഷ്യന്റെ മനസ്സിലേക്ക് കൊണ്ടുവച്ചു. You will be a pastor, very good, but you will always be looking, am I bigger than that other church? No. If your vision is Christ's return, your aim, your goal will be to disciple the nations for Jesus Christ. അങ്ങനെ പ്രത്യാശ, ഉയരത്തിലെ പ്രത്യാശയിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തി പാസ്റ്റർ ആയാലും പിന്നെ അയാൾ ലോകത്തുള്ള എന്റെ സഭ ആ സഭയേക്കാൾ നല്ലതാണോ, എനിക്ക് ആ ആളെക്കാൾ ഇന്നതെല്ലാം ഉണ്ടോ നോക്കും. മറിച്ച് ക്രിസ്തുവിന്റെ വരവിനെ പ്രത്യാശയാക്കിയിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നോട്ട ഉയരത്തിലേക്കായിരിക്കും. ഈ ലോകം മുഴുവൻ കർത്താവിനെ അറിയുവാനായിരിക്കും ആളുടെ ഇച്ഛ. And that is why the Bible says hope does not disappoint. അതുകൊണ്ടാണ് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. Hope പ്രത്യാശ should not be disappointed. പ്രത്യാശ ഒരിക്കലും ഭംഗം വരരുത്. Why? Because the love of God in me is encouraging me to run forward. എന്തുകൊണ്ടെന്നാൽ എന്റെ അകത്ത് പകരപ്പെട്ട ദൈവസ്നേഹം എന്നെ മുമ്പോട്ട് ഓടുവാൻ ശക്തമാക്കും. You will see, whenever that is why in verse 37, for a little while he who is coming will come and not tarry. Meaning, I will explain it in a different manner. 37 വാക്യത്തിൽ ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല എന്നുള്ള പ്രയോഗം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, What I desired if does not happen now does not mean it never happen. ഞാൻ പ്രത്യാശിച്ച കാര്യം ഇപ്പോൾ നടന്നില്ലെങ്കിലും അത് നടക്കത്തില്ല എന്നതിന് അർത്ഥമില്ല. If the word says so, it will happen. വചനം അങ്ങനെ പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിക്കും. You should see it happen. അത് സംഭവിക്കുന്നതായി ഹൃദയത്തിൽ കാണാം. You should have imagination. നിങ്ങളുടെ ഉള്ളിൽ അത് നിങ്ങളുടെ ഭാവനയിൽ That കാണാം. is why Proverbs, the Bible says, he whose desires is deferred. അതുകൊണ്ടാണ് നമ്മൾ സദൃശവാക്യങ്ങൾ വായിച്ച ഒരാളുടെ പ്രത്യാശ ഭംഗമായി പോയാൽ His heart will be low. അവന്റെ ഹൃദയം മരണതുല്യമായി, He is sick. രോഗമായി, Sick in the heart. ഹൃദയത്തിൽ രോഗിയായി. But he who has a desire will have the tree of life. എന്നാൽ ആ ഹൃദയത്തിൽ പ്രത്യാശ ദൈവത്തിലുള്ളവന് ജീവന്റെ വൃക്ഷം. The Bible says like this. തിരുവചനം ഇങ്ങനെ പറയുന്നു. I want to read one word and we are going to pray. ഒരു വാക്ക് വചനം കൂടെ വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ. I am standing here. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്, I am a witness ഞാനൊരു സാക്ഷിയായിട്ടാണ് that നിൽക്കുന്നത്. I persuaded myself ഞാൻ എന്നെ തന്നെ ഉത്സാഹിപ്പിച്ചു. when everything was contrary, everything was going against me. I persuaded myself, because Jesus loves me, because Christ in me, I will arise. പ്രത്യാശിക്കാൻ ഒന്നുമില്ലാതിരുന്നിട്ടും, മുമ്പിൽ നോക്കാൻ ഒരു ആശയ്ക്കും വകയില്ലാതിരുന്നിട്ടും, യേശുവിന്റെ കർത്താവാകയാൽ അവന്റെ വചന സത്യമാകയാൽ ഞാൻ എന്നെ തന്നെ ഉത്സാഹിപ്പിച്ചു മുമ്പോട്ട് കുതിച്ചു. Do you believe Jesus is alive? യേശു ജീവിക്കുന്നെന്ന് Do you വിശ്വസിക്കുന്നു? really believe he is alive? വാസ്തവമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ Do ഈ you യേശു really ജീവനോടെ ഉണ്ട്? believe eternal life, that is the life of God, is in you? ആ നിത്യജീവനാകുന്ന ദൈവത്തിന്റെ
ജീവൻ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് നിങ്ങൾ Do വിശ്വസിക്കുന്നു? you believe that the work that the Holy Spirit, the person is living inside of you? ഈ പരിശുദ്ധാത്മാവെന്ന വ്യക്തി നിങ്ങളുടെ അകത്ത് വാസം ചെയ്യുന്ന നിങ്ങൾ വിശ്വസിക്കുന്നു? Today morning when I was getting ready for today's message, ഇന്ന് രാവിലെ ഞാൻ ഇന്നത്തെ സന്ദേശത്തിനായി തയ്യാറാവുമ്പോൾ I was totally blank. എനിക്ക് എന്ത് പറയണമെന്ന് കിട്ടിയില്ല. Ronak came into my prayer room and he said, I am leaving. പ്രാർത്ഥനാ മുറിയിൽ റോണക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ആരാധനയ്ക്ക് വേണ്ടി പോവുകയാണ്. And even at that time I have no message. ആ സമയത്തും എനിക്ക് വാസ്തവത്തിൽ ഒരു സന്ദേശം എന്റെ ഉള്ളിൽ പ്രകാശിച്ചു I was കിട്ടിയില്ല. just worshipping Jesus. കർത്താവിനെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. But suddenly when I got up and started dressing up, പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് ഞാൻ ഡ്രസ് ഇടാൻ തുടങ്ങിയപ്പോൾ I saw someone come and cover me totally. ആ ഒരാൾ വന്ന് എന്നെ ഇങ്ങനെ മൂടുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. And I could hear the apostolic mantle. പെട്ടെന്ന് ഒരു അപ്പോസ്തോലിക പുതപ്പ് Today, a new mantle is going to fall on anyone who is ready to receive it. ഇന്ന് പ്രാപിക്കാൻ ഒരുക്കമുള്ള ഓരോ വ്യക്തികളുടെ മേലും ഒരു അപ്പോസ്തോലിക പുതപ്പ്, ഒരു പുതിയ അനുഭവം, ഒരു പുതിയ അഭിഷേകത്തിന്റെ A new anointing is going to touch you today. ഒരു പുതിയ അഭിഷേകം നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. But I have a question before that. എന്നാൽ അതിനു മുമ്പായി നിങ്ങളോട് എനിക്കൊരു ചോദ്യം. Do you believe നിങ്ങൾ വിശ്വസിക്കുന്നു that you will have to use this mantle, use this anointing, you move forward like an athlete and never sit at home? വീട്ടിൽ ഇരിക്കാൻ വേണ്ടി അല്ല അഭിഷേകവും പുതപ്പും ഒന്നും തരുന്ന, മറിച്ച് മുമ്പോട്ട് കുതിക്കുവാൻ, ഒരു അത്ലറ്റിനെ പോലെ ഓട്ടക്കളത്തിൽ മുമ്പോട്ട് ഓടുവാൻ എനിക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഇത് പകരം. Oh, the Holy Spirit is telling me, stir up the faith that is in you. പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്നിലുള്ള വിശ്വാസത്തെ നീ ഊട്ടി ഉണർത്തുക. The faith is in you. ആ വിശ്വാസം നിന്റെ, Anointing is in you. അഭിഷേകം നിന്നിലുണ്ട്, Power is in you. ശക്തി നിന്നിലുണ്ട്, Authority is with you. അധികാരമുണ്ട്, Glory is in you. മഹത്വം നിന്നിലുണ്ട്. Nothing has gone. ഒന്നും നിന്നെ വിട്ടു പോയിട്ടില്ല. Some people are thinking, oh, I am old. ചിലർ പറയാണ്, എനിക്ക് ഒത്തിരി വാർദ്ധക്യമായി. Some people are thinking, might be God, I did something wrong and God has left me. ചിലർ പറയുന്നു, അയ്യോ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോയി, അതുകൊണ്ട് ദൈവം എന്നെ I ഉപേക്ഷിച്ചു. want to tell you a truth. എന്നാൽ ഇന്നൊരു സത്യം വിളിച്ചു പറയട്ടെ, God does not love you because of your performance. God loves you because of Jesus Christ. ദൈവം നിന്നെ സ്നേഹിച്ചത് നീ കാഴ്ചവെച്ച ഒന്നും വെച്ചല്ല, നീ ദൈവം മുമ്പാകെ എന്തെങ്കിലും പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല, മറിച്ച് പുത്രനായ യേശുവിലൂടെയാണ് നിന്നെ സ്നേഹിച്ചത്. He loves you. അവൻ നിന്നെ സ്നേഹിക്കുന്നു. Even today he loves you. ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം അവസ്ഥ മാറിയാലും നിങ്ങളെ സ്നേഹിക്കുന്നു. But എന്നാൽ he feels sad when you go back. എന്നാൽ നിങ്ങൾ പിന്മാറുമ്പോൾ, പുറകോട്ട് പോകുമ്പോൾ, മടുത്തു പോകുമ്പോൾ ദൈവം ദുഃഖിതനാണ്. The whole heaven becomes sad. മുഴുവൻ സ്വർഗവും ദുഃഖിക്കുകയാണ്. Why? എന്തുകൊണ്ട്? Because with all the investment inside of you, you are doing nothing. ആകെ തളർന്ന് ഭാരപ്പെടുന്ന ഒരു വിശ്വാസിയെ കാണുമ്പോൾ സ്വർഗത്തിന് ദുഃഖമാ. കാരണം എന്താണെന്നറിയാവോ? ഞാൻ അവരുടെ അകത്ത് നിക്ഷേപിച്ച അതിമഹത്തായ നിക്ഷേപങ്ങൾ ആ വ്യക്തി അറിയാതെ തളർന്ന് താഴോട്ട് പോവുകയാണ്. As I am speaking, the whole thing. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് ഇത് കാട്ടിത്തരുന്നു. I'm seeing just like Jesus walking to that pool. യേശു കർത്താവ് ആ കുളക്കടവിലേക്ക് ചെന്നത് എന്റെ മനസ്സിലേക്ക് വരികയാണ്. That man's lying there for 38 years. 38 നീണ്ട വർഷങ്ങളായി ആ കുളക്കടവിൽ ഈ മനുഷ്യൻ കിടക്കുകയാണ്. Does not say he's 38-year-old. 38 years he's there. 38 വയസ്സുള്ള ആളല്ല, മറിച്ച് അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ 38. Take it up as a prophetic word. ഇന്നിതൊരു പ്രവചന ശബ്ദമായി കേൾക്കുന്ന ഓരോ വ്യക്തിയും എടുക്കുക. Today's message is the now word for you. ഇന്നിന്റെ ഇപ്പോഴത്തേക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് ഇന്നത്തെ സന്ദേശം. He had complaints. അവന് ഒത്തിരി പരാതികളും പരിഭവങ്ങളും ഉണ്ടായി. The Holy Spirit is showing me something. പരിശുദ്ധാത്മാവിനെ ചിലത് കാട്ടിത്തരുന്നു. That when he was brought to the pool, he had the desire, enthusiasm. Tomorrow the angel will come and I will jump and bathe. 38 വർഷം മുമ്പ് ആദ്യമായി തന്നെ കുളക്കടവിൽ കൊണ്ടുവന്നപ്പോൾ അന്നത്തെങ്കിലും ഒരു ഉത്സാഹം എനിക്കുണ്ടായിരുന്നു. നാളെ ദൂതൻ കുളം കലക്കുമ്പോൾ ഞാൻ ഇറങ്ങും, എനിക്ക് സൗഖ്യം കിട്ടും. But as time passed by, എന്നാൽ 38 വർഷം മുമ്പോട്ട് പോയപ്പോൾ his desire was deferred and now he has no hope. അങ്ങനെ ഇച്ഛാഭംഗം ഉണ്ടായി, തന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതായി.
ഇപ്പോൾ തനിക്ക് ഒരു പ്രത്യാശ. Now he has lost sensitiveness and faith is not gone. ഇപ്പോൾ തനിക്ക് ദൈവ ശബ്ദത്തോടൊന്നും പ്രതികരണ ശേഷിയില്ല. കാരണം ഒന്നും അകത്ത് ആഗ്രഹങ്ങളില്ല. Test yourself. നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക. If you are a man and a woman who keeps on complaining, something has gone wrong with the desire and hope. ആ കുളക്കടവിൽ കിടന്ന വ്യക്തിയെ പോലെ നിങ്ങളും പരിഭവത്തിന്റെയും പരാതിയുടെയും വാക്കുകൾ പറയുന്ന ആളായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇച്ഛയ്ക്ക്, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് എവിടെയോ ഭംഗം വന്നിരിക്കുന്നു. Glory in you has not changed. ഇതൊക്കെയാണെങ്കിലും ദൈവം നിങ്ങളുടെ അകത്ത് തന്ന മഹത്വം അതുപോലെ അവിടെ ഇരിപ്പുണ്ട്, അത് മാറ്റിയിട്ടില്ല. The fire anointing in you has not changed. നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നി അഭിഷേകം അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. The genuine faith of God in you has not changed. ദൈവിക വിശ്വാസം നിങ്ങളുടെ അകത്ത് തന്നതും അവിടെ ഇരിപ്പുണ്ട്. You have the power to overcome. ഇതിനെല്ലാം മറികടക്കാനുള്ള ശക്തി നിങ്ങളുടെ അകത്ത് തന്നെയുണ്ട്. But എന്നാൽ in your mind മനസ്സിൽ has differed. ആ മനസ്സിനാണ് എങ്ങോട്ടോ മാറിപ്പോയത്. That is how complaining came. അവിടെയാണ് പരാതികൾ തുടങ്ങിയത്. That is how that complaint is a sign of the loss of hope, which brought disappointment in you, and disappointed you are now complaining at others. He did that. Oh, that. Don't look here and there. Look into Christ in you. ആ പരാതികളും പൊറുപൊറുപ്പുകളും വന്നിട്ട് അവരെന്നെ സഹായിച്ചില്ല, ഇവരങ്ങനെ ചെയ്തു എന്ന് പറയുന്ന നിലയിലേക്ക് പോയപ്പോഴേ ഓർത്തോണം പ്രത്യാശ പോയി, അകത്തെ ആഗ്രഹം പോയി, മറ്റെല്ലാത്തിലേക്ക് നോക്കുന്ന വ്യക്തിയായി. Today, ഇന്ന് Jesus is asking you, യേശു നിന്നോട് ചോദിക്കുന്നു, are you willing? ആ 38 വർഷമായി കടന്നവനോട് യേശു ഒറ്റ ചോദ്യം, നിനക്ക് മനസ്സുണ്ടോ? Are you ready to imagine things according to the word of God? ദൈവവചന പ്രകാരം കാര്യങ്ങളെ ഉന്നതമായി ചിന്തിക്കാൻ, ഭാവന കാണാൻ നിനക്ക് സാധിക്കുമോ? Paul says, പൗലോസ് പറയുന്നു, I see the unseen. ഞാൻ കാണാത്തതിനെ കാണുന്നു. Because the unseen is more real than the seen. കാരണം കാണുന്നതിനേക്കാൾ കാണാത്തതാണ് ഏറ്റവും ശക്തം. Desire sees. ഒരാളുടെ അകത്ത് ആഗ്രഹമുണ്ടോ അതിനൊരു കാഴ്ചയും കൊടുക്കും. Faith sees. വിശ്വാസത്തിന് മുമ്പോട്ട് നോക്കാൻ കണ്ണുണ്ട്. Are you ready to stir yourself? ആകയാൽ നിങ്ങളുടെ അകത്ത് മങ്ങിപ്പോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഉണർത്തിയെടുക്കാൻ തയ്യാറാണ്. Are you ready to say, no, the same spirit that rose Jesus up from the dead is in me, so my health is going to be revived today. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തയ്യാറാണോ? ഏതെങ്കിലും കേട്ട് ഭാരപ്പെടാതെ, തീർന്നു പരാതിപ്പെട്ട് ഇനിയും ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറയാതെ, യേശുവിനെ കല്ലറയിൽ നിന്ന് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ അതേ ശക്തി എന്റെ അകത്തുള്ളതുകൊണ്ട് ഞാനും കുതിച്ചെഴുന്നേൽക്കും എന്ന് പറയുവാൻ, അത് ആരോഗ്യ പ്രശ്നമാകട്ടെ ഏതുമാകട്ടെ, കുതിച്ചെഴുന്നേൽക്കാൻ തയ്യാറാണ്. No, my family life will be restored. എന്റെ കുടുംബജീവിതം ഇല്ല, തകരില്ല, അത് വീണ്ടും ജീവനിലേക്ക് വരും. Paul's word, I will say, I persuade myself. പൗലോസിന്റെ വാക്കുകൾ ഞാൻ പറയാണ്, ഞാൻ എന്നെ തന്നെ ഉത്സാഹിപ്പിക്കുന്നു, ഞാൻ നിർബന്ധിക്കുന്നു, ഞാൻ എന്നെ തന്നെ നിർബന്ധിക്കുന്നു. കാണുന്നതിന്റെ വിപരീതമായി കാണാൻ എന്നെ തന്നെ നിർബന്ധിക്കുക. എന്റെ ചുറ്റുപാടും ഞാൻ കാണുന്നത് പ്രതികൂലമാകാം, പക്ഷെ എന്റെ മനസ്സിനെ ഞാൻ നിർബന്ധമായി വലുത് കാണാൻ പ്രേരിപ്പിക്കുക. Persuaded in the love of Christ. ദൈവ സ്നേഹത്താൽ ഞാൻ നിർബന്ധിക്കുക. A very powerful anointing is hitting every home now. അതിശക്തമായ അഭിഷേകം ഓരോ ഭവനങ്ങളിലും ഇപ്പോൾ നിറഞ്ഞു. I did not fulfill the message, but I'll tell you something. Stir up everything that is in you. ആ സന്ദേശം ഞാൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങളുടെ അകത്ത് ദൈവം തന്നതിനെ നിങ്ങൾ ഇപ്പോൾ ഉണർത്തി, അത് അവിടെ തന്നെ ഉണ്ട്. Everyone in the Heavenly Feast family, come on, start exploding in the Holy Spirit. ഇപ്പോൾ തന്നെ സ്വർഗ്ഗീയ വരുന്ന കുടുംബത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ അകത്തുള്ള എന്തോ അത് കത്തി ഒരു വിസ്ഫോടനം ഉണ്ടാകട്ടെ. The Bible says when you don't know how to think good, തിരുവചനം പറഞ്ഞ് നിങ്ങൾക്ക് നന്നായി ചിന്തിക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, speak in the Spirit. അന്യഭാഷയിലും സംസാരിക്കുമ്പോൾ, he who speaks in tongues speaks unto God and his mind becomes unprofitable. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിരാശയൊക്കെ ആയിരിക്കാം, പക്ഷേ ആത്മാവിൽ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത്. ബുദ്ധി അബലമാണ്, ബുദ്ധി അവിടെ അബലമാകട്ടെ, ആത്മാവ് സംസാരിക്കും. Let your heart
let your mind become unprofitable and see the unseen today and say this is what is going to happen. നിങ്ങളുടെ മനസ്സിന് കാണാൻ പറ്റുന്നില്ല പലതും, അതുകൊണ്ട് മനസ്സ് അവിടെ അബലമായി പോകട്ടെ. എന്നാൽ നിങ്ങളുടെ ആത്മാവിന് സകലവും കാണാൻ കഴിയും. ആത്മാവിനെ ഉണർത്തുന്ന രീതിയിൽ അന്യഭാഷകളൊന്ന് സ്തുതിച്ചു തുടങ്ങിയാണ്. I feel like a warrior standing over here today. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു മല്ലൻ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാം. Become a warrior in Jesus. ഞാനിപ്പോൾ യേശു ക്രിസ്തുവിൽ ഒരു വലിയ മല്ലനായി മാറിയിരിക്കുന്നു. Not a fighter against flesh and blood, but against principality and power who are trying to defer me from the desire that I have. ഏതെങ്കിലും മനുഷ്യരോടോ പ്രസ്ഥാനങ്ങളോടോ ഒരു മനുഷ്യരല്ല എന്റെ ശത്രു, മറിച്ച് ആത്മമണ്ഡലത്തിൽ മനസ്സുകളെ ഇടുക്കുന്ന ദുഷ്ടപിശാചിന്റെ ക്രിയകളോട് പോരാടി എന്റെ അകത്തെ വലിയ കർത്താവിനെ ഞാൻ ഉണർത്തിയെടുക്കും. God has given me a power. God has invested in me the word of God by which I will bring down every stronghold of thoughts and imaginations. ദൈവം എന്റെ അകത്തൊരു ശക്തി തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് എന്റെ അകത്ത് തന്ന ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് എല്ലാ കോട്ടകളെയും ചിന്തകളെയും ദൈവവചന വിരുദ്ധമായ എല്ലാ ഉയർച്ചകളെയും ഞാൻ ഇടിച്ച് എന്റെ അകത്തെ വലിയവനെ ഞാൻ ഉണർത്തിയെടുക്കും. Like a warrior I will bring into captivity, bring it down and say no, I am persuading, I will overcome you. ഒരു പടയാളിയെ പോലെ എന്റെ അകത്തെ ഇടുക്കത്തിന്റെ ചിന്തകളെ, എന്റെ അകത്ത് കൊണ്ടൊരു നിരാശയുടെ ചിന്തകളെ പിടിച്ചടക്കി അതിനെ കാൽ കീഴെ ചവിട്ടി ഞാൻ അതിന്മേൽ ജയം. I will persuade, I have the power. ഞാൻ എന്നെ തന്നെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പറയും എനിക്ക് ആ ശക്തിയുണ്ട്. I have the power. എനിക്കുണ്ട് ആ ശക്തി. I can never be a loser. ഞാൻ ഒരിക്കലും I can പരാജയപ്പെടില്ല. do all things through Christ. എന്നെ ശക്തനാക്കുന്നവനും മുഖാന്തരം എനിക്ക് സകലം I will ചെയ്യാൻ പറ്റും. increase and never decrease. ഞാൻ ഉയർച്ച തന്നെ I പ്രാപിക്കും, താഴ്ച will പ്രാപിക്കില്ല. lend to nation and not borrow. ഞാൻ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും, വായ്പ My വാങ്ങാനാണ് വരുന്നത്. God will supply all my need according to his എന്റെ riches. ദൈവമോ തന്റെ മഹത്വത്തിന്റെ ധനത്തിനോടത്തോണം എനിക്ക് വേണ്ടതെല്ലാം ധാരാളമായി തരും. Oh, if God is with me, who can be ദൈവം against me? എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമാര്. God is my helper. What can man do to me? കർത്താവ് എനിക്ക് തുണ, ജഡം എന്നോട് എന്ത് ചെയ്യും? Come on, put on that armor of faith. ആകയാൽ വിശ്വാസത്തിന്റെ പരിച ധരിച്ചാൽ Put on the armor of righteousness. ഓ ദൈവത്തിന്റെ ആയുധവർഗം കരങ്ങളിലെടുത്താൽ Put on that helmet of salvation. രക്ഷയുടെ ശിരസ്ത്രം ഹെൽമെറ്റ് വെച്ചാൽ Put on the belt of truth. സത്യത്തിന്റെ അരക്കച്ച കെട്ടിയാട്ട് Take the shield of faith. വിശ്വാസത്തിന്റെ പരിചയ കയ്യിലെടുത്താൽ Become a warrior of Jesus. യേശു ക്രിസ്തുവിന്റെ പടയാളിയായി നിന്നാണ്. Subduing nations, subduing things, subduing everything. രാജ്യങ്ങളെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം കീഴടക്കി Come on. മുന്നോട്ട് പോകുന്ന പടയാളി. Come on, arise, 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 എഴുന്നേൽക്കുക, arise. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. You cannot be a failure. നിനക്ക് പരാജയമാകുക That സാധ്യമല്ല. sickness cannot subdue you. You will subdue ആ it. രോഗം നിന്നെ കീഴ്പ്പെടുത്തുകയല്ല, നീ അതിനെ കീഴ്പ്പെടുത്തും. In the name of Jesus. യേശുവിൻ നാമത്തിൽ. Oh, we have the shield of faith and the sword, the double-edged sword, the word and the Holy Spirit. വിശ്വാസത്തിന്റെ പരിചയം മാത്രമല്ല, സാത്താന്റെ പ്രവൃത്തികളെ വെട്ടുന്ന വചനമെന്ന വാള് നമുക്കുണ്ട്. Oh, the word of God. ദൈവത്തിന്റെ വചനത്തിന്റെ വാള്. All the other equipments I am having for defense, but for offense it is the word of God. എന്നെ തന്നെ പരിരക്ഷിക്കാനായി ചെരുപ്പ്, അരക്കെട്ട്, പരിച എല്ലാം ഉണ്ട്. എന്നാൽ എനിക്ക് സാത്താന്റെ പ്രവൃത്തികളെ ആക്രമിച്ച് മുന്നേറുവാൻ വചനമെന്ന വാള് വെച്ച് വെട്ടി വെട്ടി അവന്റെ ആശയങ്ങളെ വെട്ടി തകർത്ത് എന്നെ വിളിച്ച വിളിയിൽ പ്രത്യാശയിൽ ഞാൻ മുമ്പോട്ട് പോകും. Send the word into the heavenlies. വചനത്തെ ആത്മമണ്ഡലത്തിലേക്ക് My അയക്കുക. God shall supply all my need according to his എന്റെ riches. സകല ആവശ്യങ്ങളും കർത്താവ് തന്റെ മഹത്വത്തിന്റെ ധനത്തിനോട് You are എനിക്ക് നടത്തും. sending a word that will not come back until it is accomplished. ഞാൻ അയക്കുന്ന എന്റെ വചനം അതിന്റെ ക്രിയ നടത്താതെ എന്റെ അടുക്കൽ മടക്കി വരികയില്ലെന്ന് പറഞ്ഞ അതേ വചനമാ നിന്റെ നാവ് കൊണ്ട് നീ You അയക്കുന്നു. are a child of God. നീ ഒരു ദൈവ പൈതലാ. You are like your daddy. നീ What you speak will happen. നീ എന്ത് വാഗുകൊണ്ട് പറയുമോ അത് സംഭവിക്കും. Oh, lift your hands wherever you ഓ are. കരങ്ങൾ എവിടെയായിരുന്നാലും ഉയർത്തിയാട്ടെ. Today ministry will change. ഓ നിന്റെ ശുശ്രൂഷകൾ മാറിപ്പോകും. There are, I can see pastors who are watching us. എന്നെ കേൾക്കുന്ന പാസ്റ്റർമാരോട് സംസാരിക്കട്ടെ. I am talking to pastors. ഞാൻ പറയട്ടെ പാസ്റ്റർമാരെ, Don't limit your dream. നിങ്ങളുടെ ദർശനങ്ങളെ എടുക്കരുത്. Might be you don't have money, you don't have anything, but you have Christ. ഒരുപക്ഷെ പണമില്ലായിരിക്കാം, Everything is with him. ഒരുപക്ഷെ പണമില്ലായിരിക്കാം, സഹായിക്കാൻ ആളില്ലായിരിക്കാം, കൂടെ നിൽക്കാൻ വ്യക്തിയില്ലായിരിക്കാം. പക്ഷെ നിന്റെ അകത്ത് നിന്ന് ദർശനത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവുണ്ട്, യേശുവുണ്ട്. സടകുടഞ്ഞ് എഴുന്നേൽക്കുക, അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. Every sickness in the name of Jesus, come on, overcome it in Jesus' name. യേശുവിന്റെ നാമത്തിലെ രോഗത്തെ നിങ്ങൾ തന്നെ കീഴ്പ്പെടുത്തി കാൽ കീഴെ ചവിട്ടിയാട്ടെ. The power is in your mouth.
ശക്തി നിന്റെ The ആധാരത്തിലാണ്. name of Jesus is in your mouth. യേശുവിന്റെ നാമം നിന്റെ ആധാരത്തിലാണ്. Don't depend on anyone. ഒരു വ്യക്തിയെയും ആശ്രയിക്കരുത്. You are powerful. നീ ശക്തനാണ്. You have Christ. You have faith. You have the mandate. You have the anointing. You have the fire. You have the power. Arise today. If you are willing, arise. നീ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ your first step and the muscles will come in. നിന്റെ ആദ്യത്തെ ചുവടിൽ തന്നെ നിന്റെ മസിലുകൾ ബലപ്പെടും. The devil is telling you the muscles are weak, don't stand up. പിശാച് പറയുന്നത് നിന്റെ മസിലൊന്നും ഇത് റെഡി ആയിട്ടില്ല, എഴുന്നേൽക്കരുത്, അവിടെ തന്നെ ഇരുന്നോളാൻ. I have sent the word. ഞാൻ വചനം തന്നു കഴിഞ്ഞു. Take that word. ആ വചനം എടുക്കുക. Are you willing? നീ തയ്യാറാണോ? Arise and walk. എഴുന്നേറ്റ് നടക്കാൻ That തുടങ്ങുക. was the word of Jesus. അതായിരുന്നു യേശുവിന്റെ വാക്ക്. If you are willing, നീ തയ്യാറാണെങ്കിൽ you can change every circumstance around you. നിന്റെ ചുറ്റുപാടുമുള്ള സകല സാഹചര്യങ്ങളും നിനക്ക് മാറ്റിമറിക്കാം. Oh, what a powerful presence of Jesus. എത്ര ശക്തമായ ദൈവസാന്നിധ്യം ഇപ്പോൾ. And and we shall reign. We shall reign. Amen. We shall reign. Sande Coriano We Roma. shall Rande Balari reign. Varum Nam Yeshuvil. Varum Oh, Varum. Varum Varum Yesu will Varum and we shall reign. We shall reign. We shall reign. We shall reign. അഗ്നിയെ പ്രാപിക്കാം, പ്രാപിക്കാം. Varum Yesu will Varum Choice is yours and the time is now. തീരുമാനം നിങ്ങളുടേത്, സമയം ഇപ്പോൾ. The Holy Spirit has given you the word for now. പരിശുദ്ധാത്മാവ് ഇപ്പോൾ എടുത്ത് ഉപയോഗിക്കേണ്ട വചനമാണ് തന്നിരിക്കുന്നത്. It is given. തന്നു കഴിഞ്ഞു. Now it is you. ഇനി നിങ്ങളുടെ കയ്യിലാണ്. Choice. തെരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. You can differ or you can say, here am I. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വചനത്തിലും ഓ ഇതെന്തെന്ന് പറഞ്ഞ് തള്ളിക്കളയാം, അതല്ലെങ്കിൽ ഇതാ ഞാൻ അതെടുക്കുകയാണെന്ന് പറയാം. If someone throws a bucket of water, ആരെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ you can differ, നിങ്ങൾക്ക് വേണേ മാറിക്കൊടുക്കാം. but you can say, pour more. ഇല്ല, എന്റെ മേൽ ഒഴിച്ചാട്ടെന്ന് പറഞ്ഞ് അതിന്റെ നേരെ നിന്ന് കൊടുക്കുകയുമാകാം. More. കൂടുതൽ More of God in me. കൂടുതൽ ദൈവികത എന്നിൽ. More of God. കർത്താവേ, കൂടുതൽ ദൈവശക്തി. Disbelief is different. But He is not differed. God never changes. He does not differ. His mind does not differ. His love does not differ. He is the same yesterday, today and forever. മനുഷ്യൻ വേണമെങ്കിൽ ദൈവത്തിന്റെ വാക്ക് സ്വീകരിക്കുന്ന മാറാം, എന്നാൽ ദൈവം തന്റെ വാക്ക് മാറത്തില്ല. തന്റെ വാഗ്ദത്തം ഒരിക്കലും മാറില്ല. അവന്റെ സ്വഭാവം ത്യജിക്കത്തില്ല. Out of His fullness, അവന്റെ പൂർണ്ണതയിൽ നിന്ന്. He's not pouring one bucket. ഒരു Rivers of grace upon grace upon grace. ഒരു ബക്കറ്റല്ല അവൻ ഒഴിക്കുന്നത്. കൃപമേൽ 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 കൃപ, നദി പോലെ കൃപ. Out of His fullness, അവന്റെ നിറവിൽ നിന്ന്. you are the one who can say, I am going to stand under this. നീയാണ് പറയേണ്ടത്, ഞാൻ ദൈവത്തിന്റെ കീഴിൽ നിൽക്കാൻ പോകുന്നു. And I am going to bask in the glory of God. ദൈവ മഹത്വത്തിൽ ഞാൻ എന്നെ തന്നെ And Lord, I worship you. And Lord, I worship you.
for your name is holy, holy. Before we pray, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് in 2 minutes time we are going to end. 2 മിനിറ്റിനകം നമ്മൾ അവസാനിപ്പിക്കും. I want to tell you, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, the foundation of faith, foundation of hope, foundation of desire, everything is the return, the coming of Jesus Christ. വിശ്വാസത്തിന്റെ, പ്രത്യാശയുടെ, സകലത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യാശയായ യേശുവിന്റെ മടങ്ങി വരവാണ്. Assurance that he will come. അവൻ വരുമെന്നുള്ളതിൽ ഉറപ്പായിരിക്കും. That is the biggest hope. Biggest hope. അതാണ് ഏറ്റവും വലിയതും ഭാഗ്യകരവുമായ പ്രത്യാശ. The people in the world are hoping for a better economy, better house, better. But your hope is Jesus who is coming. ഈ ലോകത്തിലെ ആൾക്കാരുടെ പ്രത്യാശ കുറച്ചുകൂടെ നല്ല വീട്, കുറച്ചുകൂടെ നല്ല സാമ്പത്തിക നിലവാരം. നോ, ദൈവമക്കളുടെ പ്രത്യാശ യേശുവിന്റെ മടങ്ങി വരവ്. If that main hope is gone, you are like a mere man. ആ പ്രധാന പ്രത്യാശ നഷ്ടപ്പെട്ടെങ്കിൽ ബാക്കി ലോകക്കാരെ പോലെ കുറച്ചുകൂടെ മെച്ചമാകുന്ന ലോക കാര്യങ്ങളെ കാണത്തും. If your hope, നിങ്ങളുടെ പ്രധാന പ്രത്യാശ he will come. അവൻ വരുമെന്നുള്ള പ്രത്യാശ, Then അപ്പോൾ every word in the Bible comes to life. ബൈബിളിലുള്ള മറ്റെല്ലാ വാഗ്ദത്തങ്ങളും ജീവസുറ്റതായി മാറും. If you are assuring yourself Jesus will return, you can assure yourself by his stripes I am healed. യേശു കർത്താവ് മടങ്ങി വരുമെന്ന് പറഞ്ഞ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറപ്പിച്ചാൽ, അതേ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞ അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം എന്നുള്ള രോഗസൗഖ്യത്തിന്റെ പ്രത്യാശയും നിങ്ങൾക്ക് പ്രാപിക്കും. There is a release of anointing. അഭിഷേകത്തിന്റെ ഒരു വലിയ പകർച്ച ഉണ്ടാകും. Father, we are praying together. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. To agree on anything. രണ്ടുപേരോ ഏതെങ്കിലും കാര്യത്തിൽ ഒരുമനപ്പെട്ടാൽ On this earth. ഈ ഭൂമിയിൽ, Anything on this earth. ഈ ഭൂമിയിൽ ഏതിന്മേലെങ്കിലും ഒരുമനപ്പെട്ടാൽ We are agreeing. ഞങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കും. We are agreeing ഞങ്ങൾ ഈ കാര്യത്തിൽ ഒന്നിച്ച് തീരുമാനിക്കുന്നു. that your hope will be stirred back. നിങ്ങളുടെ അകത്തുള്ള പ്രത്യാശ, അകത്ത് കിടക്കുന്ന പ്രത്യാശ ഇപ്പോൾ കത്തി ഉണരട്ടെ. In the name of Jesus. യേശുവിൻ നാമത്തിൽ Let there be healing in bodies in Jesus' name. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശരീരങ്ങളിൽ രോഗസൗഖ്യം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭവനത്തിനകത്തെ തളർച്ചകൾ മാറട്ടെ. Right now, everything that is low in the house, let it be arise. കുടുംബ ജീവിതത്തിനകത്ത് പ്രത്യാശ പോയത് പ്രത്യാശയിലേക്ക് വരട്ടെ. Let every family life restored, every hope in that restoration of that family life be arised now. ദൈവദാസന്മാരുടെ അകത്തെ ദർശനങ്ങൾ ഉണരട്ടെ. Let that every pastors, men of God, let their vision be fueled today. കുഞ്ഞുങ്ങളുടെ ഭാവി പ്രത്യാശ ഉണരട്ടെ. Today, let every young boy and young girl again start seeing dreams and visions. ഇന്നത്തെ വചനത്തിന്റെ നിറഞ്ഞ കവികൾ വീടുകളിൽ ഉണ്ടാകട്ടെ. Today, let this word which was spoken be filled and overflowing in every home. എല്ലാ ഇടുക്കങ്ങളെ നിരാശകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. Every limitation and every disbelief we rebuke in Jesus' name. ദുരാത്മാവെ we command every demonic influence which is bringing unbelief leave in Jesus' name. Let there be a outpouring of anointing upon everybody. Let there be a dancing and rejoicing and the restoration of worship. Let there be a great joy in home. Every complaints and every murmuring go. Let there be great joy. Release my Jesus. Out of his fullness joy is coming. Out of his fullness grace is coming. We give you all the glory. We give you glory. We rejoice in you. ആത്മാവേ തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടും. ആത്മാവേ തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. യേശുവേ രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ. രാജാധിരാജനും ദേവാധിദേവനുമേ. യേശുവേ
കെട്ടെല്ലാം പൊട്ടട്ടെ. ആമേൻ. That spirit of heaviness which was pulling you down, pull it down. എല്ലാ ഭാരത്തിന്റെ ആത്മാവും നിന്നെ താഴോട്ടമർത്തിയ ഭാരത്തിന്റെ ആത്മാവിനെ നീ താഴോട്ടമർത്തി അതിന്റെ തലയിൽ കയറി ആരാധിച്ചു. I will persuade myself. ഞാൻ എന്നെ തന്നെ നിർബന്ധിച്ചു മുമ്പോട്ട് കൊണ്ടു. I will persuade myself. ഞാൻ എന്നെ തന്നെ ഉത്സാഹിപ്പിക്കും. Like Joshua said. യോശുവ പറഞ്ഞ പോലെ. I don't know about you. എനിക്ക് നിങ്ങളുടെ കാര്യം അറിയത്തില്ല. But me and my family. ഞാനും എന്റെ കുടുംബവും. We are going to dance. ഞങ്ങൾ മുമ്പോട്ട് പോകും തുള്ളിച്ചാൽ. യേശുവേ തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങേ വാഴ്ത്തിയിടുമേ എല്ലാവരും ചേർന്ന്